ദിവസം മഴ കിട്ടാതെ മഴ വേണമെന്ന പ്രാർത്ഥനയുമായി മദീന നിവാസികൾ ഇസ്തിസ്ഖാഇന്റെ നിസ്കാരം നിർവഹിക്കാൻ വരുന്നു. മദീനത്തുൻ നബിയുടെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധമായ മണ്ണാണത്. അഷ്റഫു ബിഖാഇൽ അർളി, ഭൂമിയിലെ മണ്ണുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ് ഹബീബിൻ്റെ ശരീരം ചേർന്ന് കിടക്കുന്ന മദീനയിലെ മണ്ണാണെന്ന് ഇജ്മാഉൽ ഉലമാ ഉണ്ടെന്ന് നമ്മുടെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു. മദീനയിലെ ആളുകൾ നഫ്സി ഫിദാഉൻ ലിഖബ്രിൻ അൻത സാകിനുഹു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ മഴവെള്ളമില്ലാതെ സസ്യലതാദികൾ ഉണങ്ങി മനുഷ്യർക്ക് മൃഗങ്ങൾക്ക് വെള്ളമില്ലാതെ കഷ്ടപ്പെടുമ്പോഴാണ് മഴയെ തേടിയുള്ള പ്രാർത്ഥനയുണ്ട്, നിസ്കാരമുണ്ട്. ഇസ്തിസ്ഖാ എന്ന് പറയുന്ന നിസ്കാരം മഹാനായ മുഹമ്മദ് ബിനുൽ മുൻകദിർ റഹ്മഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടുള്ള സംഭവം. മദീനക്കാർ അന്ന് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തപ്പോൾ മഴ ലഭിച്ചില്ല, മഴ പെയ്തില്ല. എല്ലാവരും തിരിച്ചു പോന്നു, മഴ പെയ്തില്ല. അന്ന് രാത്രി ജലസ്തു ഇലാ സാരിയത്തിൻ മിൻ സവാരി മസ്ജിദ് റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളിയിലെ ഒരു തൂണിൽ നിന്ന്, തൂണുകളിൽ ഒരു തൂണിലേക്ക് ഞാൻ അന്ന് ചാരിയിരിക്കുന്നു രാത്രി നേരം. മുഹമ്മദ് ബിൻ മുൻകദിർ എന്നവരെ ആ രാത്രി മദീനയിലെ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളിയിലാണ് ചിലവഴിക്കുന്നത്. ആ രാത്രിയിൽ ഇരുളിൽ ഇശാ നിസ്കാരം കഴിഞ്ഞ് ഒരുപാട് നേരമായപ്പോൾ ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു, ഒരു കറുത്ത വർഗക്കാരൻ. എൻ്റെ അരികത്ത് വന്ന് നിസ്കാരം ആരംഭിച്ചു. കുറേ നേരം നിസ്കരിച്ചു. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ കൈയുയർത്തി ദുആ ചെയ്യുന്നു. അസ്അലുക യാ റബ്ബ് അഖ്സംതു അലൈക അല്ലാ സഖൈതനാ, കാരുണ്യവാനേ, നിന്റെ പേര് ചൊല്ലി ഞാൻ സത്യം ചെയ്തു പറയുന്നു, നിന്റെ പേരുദ്ധരിച്ച് സത്യം ചെയ്ത് ഞാൻ പറയുന്നു, അല്ലാ സഖൈതനാ, നീ ഞങ്ങൾക്ക് മഴ തരണം, നീ ഞങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരണം. അല്ലാ സഖൈതലനാ, ഞങ്ങൾക്ക് മഴ വേണം. മുഹമ്മദ് ബിൻ മുൻകദിർ റഹ്മഹുല്ലാഹ് തൻ്റെ അരികത്ത് വന്ന് നിസ്കരിക്കുന്ന ചെറുപ്പക്കാരൻ്റെ ആ പ്രാർത്ഥന കണ്ടിട്ട് വല്ലാതെ അത്ഭുതപ്പെട്ടു പറഞ്ഞു, മജ്നൂൻ, ഭ്രാന്തനായിരിക്കണം. മദീനക്കാര് മുഴുവൻ ചോദിച്ചിട്ട് സൗണ്ടൊന്നും ഉഷാറാവാണ്ട്, റമദാനൊക്കെ ആയതുകൊണ്ട് വെള്ളം കുടിക്കാൻ പറ്റില്ലല്ലോ, അവിടെ തന്നെ ഉഷാറാക്കണം. ഇച്ചിരി ഡിലേ ഒക്കെ തന്നെ ഒന്ന് സൗണ്ടൊന്ന് റെഡിയാവാണ്ട്. മദീനക്കാര് മുഴുവൻ മഴ വേണമെന്ന് ചോദിച്ചിട്ട് ലഭിക്കാത്ത മഴ ഈ ചെറുപ്പക്കാരൻ അല്ലാഹുവിനോട് സത്യം ചെയ്ത് ചോദിക്കുകയാണ്, നിന്റെ നാമത്തിൽ സത്യം ചെയ്ത് ഞാൻ പറയുന്നു, നീ ഞങ്ങൾക്ക് മഴ തരണം. മുഹമ്മദ് ബിനുൽ മുൻകദിർ തങ്ങൾ പറഞ്ഞു, ഭ്രാന്തനായിരിക്കണം, മദീനക്കാര് മുഴുവൻ ചോദിച്ചിട്ട് തരാത്തത്. ഒരാൾ എനിക്ക് വേണ്ടി ഞാൻ നിന്നോട് സത്യം ചെയ്ത് പറയുന്നു, ഞങ്ങൾക്ക് മഴ തരണം. എൻ്റെ മനസ്സിൽ അങ്ങനൊരു ചിന്ത വന്നതേ ഉള്ളൂ. പെട്ടെന്നതാ ആകാശത്ത് ഇടിമിന്നലിന്റെ ശബ്ദം, വെളിച്ചം, ഘോരമായ മഴ പെയ്യാൻ തുടങ്ങുന്നു. ശക്തമായ മഴ, അതിശക്തമായ മഴ പെയ്തു. മസ്ജിദുൻ നബവിയുടെ ഉള്ളിലേക്ക് മഴ വന്നു. ഞാൻ ഇരിക്കുന്ന ഇടം വെള്ളം നനഞ്ഞു. സുബ്ഹി നിസ്കാരത്തിന് വന്നവർ മുഴുവനും വെള്ളത്തിലൂടെയാണ് നടന്നത്. മദീന മുഴുവനും എന്തെന്നില്ലാത്ത ഘോരമായ മഴ പെയ്തു. ഇസ്തിസ്ഖാ നിസ്കാരം നിസ്കരിച്ചിട്ട് കിട്ടാത്ത മഴ ഒരു ചെറുപ്പക്കാരന്റെ പ്രാർത്ഥന കൊണ്ട്. ഇതിലൊന്ന് മനസ്സിലാക്കാനുള്ളത്, ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, ആരും മോശക്കാരാണെന്ന് വിചാരിക്കരുത്. പ്രത്യേകിച്ച് നമ്മുടെ കാസർഗോഡ് ചെറുപ്പക്കാരൊക്കെ നല്ല അടിപൊളി മോഡലും സ്റ്റൈലും ഹെയർ സ്റ്റൈലും കണ്ടാൽ ചിലപ്പോൾ ഭ്രാന്ത് പിടിക്കും. പക്ഷെ ഒരു സ്വലാത്തിൻ്റെ മജ്ലിസിൽ, ഒരു വാളിൻ്റെ മജ്ലിസിന്, ഒരു ദിക്റിൻ്റെ മജ്ലിസിന് ഓടിച്ചാടി നടക്കാൻ, ത്യാഗം ചെയ്യാൻ എല്ലാറ്റിനും റെഡിയുള്ള നല്ല മനസ്സുള്ളവരായിരിക്കും. പിന്നെ ഇച്ചിരി ലോകം മൊത്തം തലതിരിഞ്ഞതുകൊണ്ട് അതിൻ്റെയൊക്കെ ചില എഫക്റ്റുകളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടെന്ന് വരും. പക്ഷെ അവർ മോശക്കാരാന്ന് വിചാരിക്കരുതെന്ന്. ചെത്തിപ്പൊളിച്ച് നടക്കുകയായിരിക്കും,
ഇച്ചിരി കുരുത്തക്കേടൊക്കെ ബൈക്ക് കൊണ്ടൊക്കെ റോഡിലൊക്കെ ഇച്ചിരി കളിയൊക്കെ ഉണ്ടാവും, കാറ് കൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാക്കുന്ന പരിപാടികളൊക്കെ, എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ നന്മയുള്ളവരാണ്. ആരും എന്ത് ചെയ്യരുത്, മോശമാണെന്ന് വിചാരിക്കരുത്, ചേലും കോലും നോക്കണ്ട. ഈ ദുആക്ക് ഉത്തരം കിട്ടിയ മനുഷ്യൻ ഒരു ചെരുപ്പ് കുത്തിയായിരുന്നു. ചെരുപ്പ് കുത്തിയാണ്, ചെരുപ്പ് കച്ചവടം നടത്തുന്ന ചെരുപ്പ് കുത്തിയാണ്. ഇസ്കാഫി എന്നാ പറയാ, സക്കാഫി അല്ല, ഇസ്കാഫി. ഇസ്കാഫി എന്ന് പറഞ്ഞാൽ ചെരുപ്പ് കുത്തുന്ന ആൾക്കാർ പറയാം. മുഹമ്മദ് മുൻകദിർ എന്നവർ അത്ഭുതപ്പെടുകയാണ്. പടച്ച തമ്പുരാനെ, മദീനക്കാര് ചോദിക്കാതെ കിട്ടിയ ഒരു സംഭവം ഈ ഒരു മനുഷ്യന്റെ ചോദ്യം കൊണ്ട് കിട്ടിയല്ലോ പടച്ചവനെ. ഇദ്ദേഹം ആരായിരിക്കും? സുബഹി നിസ്കാരം വരെ അദ്ദേഹത്തിന്റെ ഇബാദത്ത് നീണ്ടു. അങ്ങനെ സുബഹി നിസ്കാരം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ പിന്നാലെ പോയി. അങ്ങനെ മദീനയിൽ ഇച്ചിരി ദൂരെ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ വീട് കണ്ടു. അപ്പോൾ ആളുകളോട് ചോദിച്ചു, ഇദ്ദേഹം ആരാണ്? അതെവിടുത്തെ ചെരുപ്പ് കുത്തിയാണ്. എന്തേ പ്രശ്നം ചോദിച്ചു. ഒരു മഹാത്ഭുതം, ഇന്നലെ മഴ പെയ്തില്ലേ? ഈ ചെറുപ്പക്കാരൻ ദുആ ചെയ്ത സെക്കൻഡ് കൊണ്ടാണ് മഴ പെയ്തത്, ഞാനതിൻ്റെ സാക്ഷിയാണ്. അന്ന് പള്ളിയിൽ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ. അതെയോ? ആരും അറിഞ്ഞില്ലല്ലോ. ആരെങ്കിലും വിചാരിക്കോ ഒരു ചെരുപ്പ് കുത്തിക്ക് ഇങ്ങനെ ദുആക്ക് ഉത്തരമുണ്ട്? ഇപ്പം ഈ സദസ്സിലിരിക്കുന്ന നൂറുകണക്കിന് ആളുകൾ, നിങ്ങളെല്ലാവരും ഞാനൊഴികെ ദുആക്ക് ഉത്തരമുള്ള ആളുകളാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുസ്തജാബ് ദഅവകളുണ്ടാവും. നമ്മളൊക്കെ പറയുന്ന ആമീൻ കൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മളൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത്. അള്ളാഹു നമ്മുടെ ദുആക്ക് സ്വീകരിക്കട്ടെ, അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. രണ്ടാമത്തെ ദിവസം അങ്ങനെ ഞാൻ ആ ചെറുപ്പക്കാരനെ ചെന്ന് പരിചയപ്പെടുന്ന രണ്ടാമത്തെ ദിവസം ഞാൻ ചെന്നു. മൂന്നാമത്തെ ദിവസം ഞാൻ പറഞ്ഞു, പിന്നെ ആ മഴ പെയ്യാൻ നിങ്ങൾ ദുആ ചെയ്തത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. മുഹമ്മദ് മുൻകദിർ എന്നവരെ, നിങ്ങൾ എന്തിനാണ് ആ വിഷയം പറയുന്നത്? എന്തിനാ നിങ്ങൾ ആ കാര്യം എന്നോട് പറയുന്നത്? ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാൾ താൻ ചെയ്ത ഇബാദത്ത് കണ്ടിട്ടുണ്ട് എന്നറിഞ്ഞപ്പോ അന്ന് രാവിലെ ഭാണ്ഡമെടുത്ത് മദീന വിട്ട ആളാണ് ഇദ്ദേഹം. പിന്നെ ചരിത്രത്തിൽ ഇദ്ദേഹത്തെ കാണാൻ പറ്റിയിട്ടില്ല എന്ന്. അങ്ങനെ പിറ്റേന്നും കാണാൻ ചെന്ന് നോക്കി. ഇങ്ങനെ ദുആക്ക് ഉത്തരമുള്ള ആളുകളാകുമ്പോൾ ദുആരപ്പിക്കാലോ. അപ്പൊ അവിടെ പ്രായമുള്ളൊരു ഉമ്മ ചോദിച്ചു, മോനെ, നിന്റെ കൂട്ടുകാരൻ ഇന്നലെ ഇവിടെ ഭാണ്ഡൊക്കെ എടുത്തിട്ട് പോയല്ലോ, നീ എന്തേ അദ്ദേഹത്തോട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ദുആക്ക് സാക്ഷിയായിരുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അതായിരിക്കണം മോനെ, ഞാൻ മദീന വിട്ടു പോവാണെന്ന് പറഞ്ഞ് ഭാണ്ഡെടുത്തിട്ട് പോയിട്ടുണ്ട്. അല്ലാമ ദഹബി റളിയല്ലാഹു തആല അൻഹു അവരുടെ പ്രസിദ്ധമായ ഗ്രന്ഥം സൈറിൽ അവർ പറഞ്ഞു, ഇതുപോലെ ഇഖ്ലാസിന്റെ മാതൃകയുള്ള ഒരു സംഭവം ചരിത്രത്തിൽ മുഴുവൻ പരതിയിട്ടും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന്. എത്ര വലിയ അത്ഭുതം! താൻ ചെയ്ത ഒരു നന്മ വേറെ ഒരാൾ അറിഞ്ഞു എന്നറിഞ്ഞപ്പോഴേക്കും നാട് വിട്ടു. പിന്നെ അവിടെ ആൾക്കൂട്ടമാകും, പിന്നെ ആൾ കൂടും, ദ്വാരപ്പിക്കാൻ ആൾ വരും, അല്ലേ, റുഖിയ ചെയ്യാൻ, മന്ത്രി ചൂതി എന്തെങ്കിലും വാങ്ങിക്കാൻ, ഷിഫാഇനെ കാരണം തേടി, ദുആ തേടി. ഇതൊന്നും വേണ്ട, ഞാൻ പോവാണ്, എന്നെപ്പറ്റി അറിഞ്ഞില്ലേ, ഇനി പിടുത്തം കൊടുക്കണില്ല, പോവാണ്, മദീന വിട്ടുപോയി. സുബ്ഹാനല്ലാഹ്, അതും ഒരു ചെരുപ്പ് കുത്തിയാണ്. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളായ ആളുകളിൽ അള്ളാഹുവിൻ്റെ നൂറ് ലഭിച്ച ആളുകളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലെന്നവരും നമുക്കിടയിൽ തൊട്ടരികത്തിരിക്കുന്ന ആളുകളിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നവർ കാണും. ഒരു രാത്രി കൊണ്ട് യുസ്ലിഹുല്ലാഹു ഫീ ലൈല, ഒരൊറ്റ രാത്രി കൊണ്ട് അള്ളാഹു സ്വലാഹും നന്മയും കൊടുക്കുന്ന ആളുകളുണ്ട്. ഒരു രാത്രി കൊണ്ട് അള്ളാഹു സ്ഫുടം ചെയ്തെടുക്കും. ഇന്നലെ വരെ മോശക്കാരനാണ്, പക്ഷെ ഇന്നലത്തെ ഒരു രാത്രിയിലെ ഖിയാമുൽ ലൈലിൽ സുജൂദിൽ കിടന്നിട്ട് അള്ളാഹുവേ എന്നെ നന്നാക്കി തരയണമേ, നിന്റെ സാമീപ്യം എനിക്ക് നൽകണമേ, നിന്നെക്കുറിച്ചറിയാനുള്ള വാതായനങ്ങൾ എനിക്ക് തുറന്നു തരയണമേ എന്ന ഒരു പ്രാർത്ഥന കാരണം അള്ളാഹു സ്വീകരിക്കുകയാണെങ്കിൽ അന്ന് രാത്രിക്ക് രാത്രി ആ മനുഷ്യന്റെ മഖാദീറുകളിൽ ചേഞ്ച് വരുന്നുണ്ട്. അള്ളാഹു തിരുത്തി എഴുതുന്നു, മാലാഖമാരെ കൊണ്ട് തിരുത്തിപ്പിക്കുന്നു. അബ്ദുൻ സ്വാലിഹുൻ, ഇത് സ്വാലിഹായ മനുഷ്യനാണ്. ഇന്നലെ വരെ അബ്ദുൻ സാലിഹുൻ, മോശക്കാരനാണ്, ഇന്ന് സ്വാലിഹായ ആളാണ്. ഒരു റമദാൻ ഒരുപക്ഷെ ഒരു ജീവിതം മൊത്തത്തിൽ മാറ്റിമറിച്ചേക്കും. കഴിഞ്ഞ റമദാനുകളിൽ മാറ്റമുണ്ടായി, അതിൻ്റെ മുമ്പത്തെ ജീവിതം ഓർക്കാൻ പോലും പറ്റാത്ത ആളുകളുണ്ടാകും. ഇനിയുള്ളൊരു റമദാൻ കഴിഞ്ഞാലും ഇൻഷാ അള്ളാഹ് ഞാൻ എൻ്റെ നന്മയെ കാത്തു സൂക്ഷിക്കുമെന്ന് ദൃഢനിശ്ചയമെടുക്കുന്ന ആളുകളുണ്ടാകും. അള്ളാഹു അങ്ങനെ
യത്തബിഊന അഹ്സന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സന. നന്മ കേൾക്കുകയും അത് പിൻപറ്റുകയും ചെയ്യുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. സാന്ദർഭികമായി ഒന്നുകൂടെ സൂചിപ്പിക്കുകയാണ്, റമദാൻ കഴിയുമ്പോഴേക്കും നമ്മുടെ കാസർഗോഡ് ജില്ല എന്ന് പറയും, നമ്മുടെ എന്ന് പറഞ്ഞാൽ എന്നെപ്പറ്റി പലരും കാസർഗോഡ് ജില്ലക്കാരനെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ മലപ്പുറത്താണെന്നുള്ള വിവരം അറിയാത്തവരുണ്ട്, ഗൾഫിലൊക്കെ പ്രത്യേകിച്ചും. നമ്മുടെ കൂട്ടുകാരും സുഹൃത്തുക്കളൊക്കെ കാഞ്ഞങ്ങാടും കാസർഗോഡുള്ള ആളുകളായതുകൊണ്ടാവാം. അപ്പോൾ നാടുപോലത്തെ ഒരു വിധേയത്വം ഈ പ്രദേശത്തോട് എനിക്കുണ്ട്. ദീനിനെ സ്നേഹിക്കുന്ന ആളുകളാണ്, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളുകളാണ്, മുത്തുനബിയെ സ്നേഹിക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ ചെറുപ്പക്കാരോട് പറയാം, റമദാൻ കഴിഞ്ഞാൽ പെരുന്നാളിനൊരു അടിച്ചു പൊളിച്ചിട്ട് ഒരു തരത്തിലുള്ള ചില കാട്ടിക്കൂട്ടലുകൾ നമ്മുടെ ഇബാദത്ത് നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഒരിക്കലും മാറിപ്പോവരുത്. ഉസ്താദുമാരും പണ്ഡിതന്മാരും ഒക്കെ അത് പറയുമ്പോൾ ആവേശത്തിൻ്റെ തിരക്കിൽ ചെവി കൊള്ളാതെ പോവരുത്. നമ്മളൊരിക്കലും നന്മയെ നശിപ്പിക്കരുത്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ആഘോഷ പരിപാടികളൊന്നും ചെയ്യരുത്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ഒന്നും ചെയ്യരുത്. അതാണ് വേണം. ഇത്തഖുൽ ലആനീൻ, നിങ്ങൾ ജനങ്ങളുടെ ശാപം, ഇത്തഖുൽ ലആനൈൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് ചെറിയ വിഷയമാണ് നബി തങ്ങൾ പറഞ്ഞത്. വഴിയിൽ മൂത്രമൊഴിക്കുക, ജനങ്ങൾ വിശ്രമിക്കുന്ന മരത്തിൻ്റെ താഴെ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തുനിന്ന് മൂത്രമൊഴിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ജനങ്ങൾ ശപിക്കും, ഇത് നിങ്ങൾ സൂക്ഷിക്കണം, ജനങ്ങളുടെ ശാപം വാങ്ങരുത് എന്ന് റസൂലുള്ളാഹി. അന്ന് പിന്നെ സമരവും കല്ലേറൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അല്ലേ? അതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന ശാപം എത്രയാണ്. വഴിമുടക്കുകയും റോഡ് തടസ്സപ്പെടുത്തുകയും ചെയ്ത് നമ്മൾ ചെയ്യുന്ന കാട്ടിക്കൂട്ടലുകളൊക്കെ നമ്മുടെ ഒരു ആവേശം മാത്രമേ അവിടെ നോക്കുള്ളൂ. റോഡ് ബ്ലോക്കായി എന്നുള്ളതാ വാർത്ത. അങ്ങനെ ചെയ്യരുത്. നമ്മൾ അതിൻ്റെ ആളുകളല്ല, നമ്മൾ മുത്തുനബിയുടെ ആളുകളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു നായ അതിൻ്റെ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുകയാണ്. ആ സമയത്താണ് സ്വഹാബത്തിനോട്, ഈ വഴിക്ക് നമ്മൾ പോവണ്ട, നമ്മളിങ്ങനെ പോയാൽ ആ നായ അതിൻ്റെ കുഞ്ഞിനെ ഇട്ടേച്ച് ഓടിപ്പോയി പോകും, നമുക്ക് വഴിമാറിപ്പോകാം, ആ നായയ്ക്ക് അവിടെ തടസ്സം വരുന്നുണ്ട് എന്ന് പറഞ്ഞ് സ്വന്തം അനുയായികളുമായി മറ്റൊരു വഴിക്ക് യാത്ര വഴിതിരിച്ചു വിട്ട നബിയാണ് നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ നമ്മളിൽ നിന്നൊരു ബ്ലോക്ക് ഉണ്ടാകുന്ന ഏർപ്പാടുകൾ, ആളുകൾ ശപിക്കുന്നത്, ബസ് യാത്രക്കാർ, നടന്നു പോകുന്നവർ, ഹോസ്പിറ്റലിൽ പോകുന്നവർ, ഇവരൊക്കെ ശപിക്കുന്ന തരത്തിലുള്ള ഒരു തരത്തിൽ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ഇത് സൂക്ഷിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഹബീബിൻ്റെ അനുയായികളാണ്. നമ്മുടെ ജീവിതവും നമ്മുടെ പ്രവർത്തനവും ഹബീബിൻ്റെ സുന്നത്ത് റിഫ്ലക്റ്റ് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ മുത്തബിഉ സുന്നകളാകുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ ഒരു നിസ്കാരത്തിന് സാക്ഷിയായ കഥ പറയുന്നുണ്ട് ഹുദൈഫ റളിയല്ലാഹു അൻഹു. സ്വല്ലൈതു വറാഅഹു, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പിറകിൽ നിന്ന് മഅമൂമായി ഞാൻ നിസ്കരിക്കുന്നു. ഫഫ്തതഹ സൂറത്തുൽ ബഖറ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂറത്തുൽ ബഖറ തുടങ്ങി വെച്ചു. ഞാൻ വിചാരിച്ചു രാത്രി നിസ്കാരമാണ്, തഹജ്ജുദാണ്, 100 ആയത്തെത്തുമ്പോൾ നബി തങ്ങൾ റുക്കൂഇലേക്ക് തങ്ങൾ പോയില്ല. ഞാൻ വിചാരിച്ച് 200 ആകുമ്പോൾ പോയില്ല. സൂറത്തുൽ ബഖറ മുഴുവൻ അവസാനിച്ചാൽ നബി തങ്ങൾ റുക്കൂഇലേക്കാകും പോകുന്നത് എന്ന് ഞാൻ വിചാരിച്ചു. സൂറത്തുൽ ബഖറ കഴിഞ്ഞു. ഫഫ്തതഹ ആല ഇംറാൻ, നബി തങ്ങൾ സൂറത്തു ആല ഇംറാൻ ആരംഭിച്ചു. ഞാൻ വിചാരിച്ചു റബ്ബേ 100 ആയത്തിൽ അവസാനിക്കുമെന്ന്. അവസാനിച്ചില്ല. എല്ലാ ആയത്തുകളും കടന്നു പോകുമ്പോൾ റഹ്മത്തിന്റെ ആയത്ത് വരുമ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്ത് ചോദിക്കുന്നു, അദാബിന്റെ ആയത്ത് വരുമ്പോൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. സൂറത്തു ആല ഇംറാൻ അവസാനിക്കുമ്പോൾ നബി തങ്ങൾ റുക്കൂഇൽ പോകുമെന്ന് ഞാൻ വിചാരിച്ചു. ഫഫ്തതഹ സൂറത്തുൻ നിസാ, സൂറത്തുൻ നിസാ ആരംഭിച്ചു. നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിഞ്ഞപ്പോൾ നബി തങ്ങൾ റുക്കൂഇലേക്കല്ല പോകുന്നത്, സൂറത്തുൽ മാഇദ ആരംഭിച്ചു. അതും കഴിഞ്ഞ് സൂറത്തുൽ അൻആം. ഈ പ്രഗൽഭമായ നീണ്ട മണിക്കൂറുകളെടുത്ത ഒരു റക്അത്തിന് ശേഷമാണ്, ഒരു ഖിയാമിന് ശേഷമാണ് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുക്കൂഇലേക്ക് പോകുന്നത്. ഫഅതാല റുക്കൂഅ, ദീർഘമായ റുക്കൂഅ്, ഇഅ്തിദാൽ ദീർഘമായ സുജൂദ്, ദീർഘമായ നൃത്തം. അങ്ങനെ ഹബീബിന്റെ കൂടെ നിസ്കരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് എന്ന് മഹാനായ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ ഇബാദത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് തറാവീഹ് നിസ്കാരത്തിന് ഒരല്പം നേരമേറുമ്പോഴേക്കും
മുഷിഞ്ഞു പോകുന്നത്, തളർന്നു പോകുന്നത്, മടുപ്പാകുന്നത്. പള്ളി ഒരു കാരാഗ്രഹം പോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി ഓടാൻ. അല്ലേ, ജയിലിൽ കിടന്ന പെട്ടെന്ന് ജാമ്യം കിട്ടുമെന്നാ നോക്കുക, വേഗം ഇറങ്ങി പോരാൻ. പള്ളിയിൽ നിന്ന് എപ്പോഴാണ് പെട്ടെന്ന് ഇറങ്ങി ഓടാൻ പറ്റുക? ആ രീതിയിലേക്ക് പിന്നെ എന്തിനാ പിന്നെ അങ്ങോട്ട് പോകുന്നത്? അള്ളാഹുവിൻ്റെ അടുത്ത് അഭയം പ്രാപിക്കാൻ അള്ളാഹുവിനെ പേടിച്ചാൽ അവനിലേക്കല്ലാതെ മറ്റാരിലേക്കാണ് ഓടാനുള്ളത്. ഒരാളെ പേടിച്ചാൽ നമ്മൾ അയാളുടെ മുമ്പിലേക്ക് പോകില്ല, അങ്ങനെയല്ലേ? നമ്മളോട് പിണക്കമുള്ള ആളാണ്, സലാം പറഞ്ഞാൽ ചിലപ്പോൾ മുഖത്തടിച്ചേക്കും, അത്രയും ദേഷ്യമുള്ള ആളാണ്, ആ വഴിക്ക് നമ്മൾ പോകില്ല, അല്ലേ? അള്ളാഹുവിനോട് തെറ്റ് ചെയ്ത് പിണങ്ങി ജീവിക്കുമ്പോൾ അള്ളാഹുലേക്കല്ലാതെ പിന്നെ എങ്ങോട്ടാ ഓടുക? പടച്ച തമ്പുരാൻ്റെ അടുത്തേക്ക് തന്നെയല്ലേ വരാനുള്ളത്. ആ തമ്പുരാൻ്റെ മുമ്പിൽ നിന്ന് എങ്ങനെയാണ് ഇറങ്ങി ഓടാൻ തോന്നുന്നത്? ഇതൊന്ന് അവസാനിച്ചിരുന്നില്ലെങ്കിൽ, ഇനിയും നിസ്കാരം നീണ്ടെങ്കിൽ, എൻ്റെ പ്രാർത്ഥന ഒന്ന് നീണ്ടുപോയെങ്കിൽ എന്ന് കൊതിക്കേണ്ടിടത്ത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുന്നു. ഹബീബാണ് ഏറ്റവും വലിയ മാതൃക. ഹത്താ തതഫത്തറ ഖദമാ, നബിയുടെ കാലിൽ നീര് വന്ന് വീർക്കുന്നവരെ ഹബീബ് നിന്ന് നിസ്കരിക്കുന്നു. നമ്മൾ ചെറിയൊരു മുറിണ്ടാകുമ്പോഴേക്കും കസേരയിട്ടപ്പോൾ നിസ്കരിക്കും. പള്ളി മുഴുവൻ ഇപ്പോൾ ചർച്ച് പോലെ ഡെസ്കും ബെഞ്ചും ആക്കേണ്ടി വരും തോന്നുന്നുണ്ട്, അത്രക്കായിട്ടുണ്ട് കസേരൻ്റെ നേര. ചെറിയൊരു മുറിയാകുമ്പോഴേക്ക് ഇരുന്നിട്ട് എന്നെ കൊണ്ട് വയ്യാൻ. സുബ്ഹാനല്ലാഹ്. എനിക്കറിയില്ല, ഉസ്താദന്മാർ മസാല പറഞ്ഞേക്കണം, അത് കസാലയിലാണോ കുത്തിരിക്കേണ്ടത്, നിലത്തിരിക്കുകയാണോ വേണ്ടത് എന്നുള്ള വിഷയമുണ്ട് അതിൽ. നിലത്തിരിക്കാൻ പറ്റുന്നവർ നിലത്തന്നെ ഇരിക്കണ്ടേ? അല്ല ഉസ്താദേ, നിലത്തും ഇരിക്കാൻ പറ്റില്ലെങ്കിലല്ലേ കസേര ഇരിക്കേണ്ടതുള്ളൂ. പാനങ്ങ റാഹത്തായിട്ട് കസേര ഇരുന്നിട്ടാ ജുമാ, കസേര ഇരുന്നിട്ടാണ് ഇഷ, കസേര ഇരുന്നിട്ടാ, എന്നിട്ടോ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കൂളായിട്ട് നടന്നു പോകണമുണ്ട്. സുബ്ഹാനല്ലാഹ്. ഏറ്റവും പ്രയാസമുള്ള ആളുകളെ കുറിച്ചല്ല ഈ പറയുന്നത്. അള്ളാഹു അവർക്കൊക്കെ ശിഫ കൊടുക്കട്ടെ. ബുദ്ധിമുട്ടുള്ളവരെ കുറിച്ചല്ല പറയുന്നത്. അവർക്ക് ഉദ്റുണ്ട്, മഅദൂര്യങ്ങളാണ്. അള്ളാഹു ഇളവ് ചെയ്തിട്ടുണ്ട്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. ഒരാളെ കൊണ്ട് കഴിയാത്തത് അള്ളാഹു ചെയ്യിപ്പിക്കൂല എന്നാണ്. പക്ഷേ ഹബീബിൻ്റെ ഈ നിസ്കാരത്തെ പറ്റി കേൾക്കും. നമുക്ക് കഴിയോ കാല് നീര് വരുന്നവരെ നിൽക്കാൻ? ബീവറേജിന് മുമ്പിൽ വരെ നിൽക്കൂല ആൾക്കാർ, നീര് വരുന്നവരെ ഒന്നും, അല്ലേ? വലിയ ആവേശമുള്ള ക്യൂ, ഏറ്റവും അച്ചടക്കമുള്ള ക്യൂ ഇപ്പോൾ കള്ളുഷാപ്പിൻ്റെ മുമ്പിലാണ് കാണാറുള്ളത്. ഒരാളും തിരക്കൂല, ഒരാൾ ഓവർടേക്കും ചെയ്യൂല. എന്തൊരു ബഹുമാനം, പരസ്പര പ്രതിപക്ഷ ബഹുമാനം ഒക്കെ, ഒരു ബുദ്ധിമുട്ടില്ല. എന്ത് റാഹത്തിൽ അങ്ങനെ നിൽക്കുന്ന കണ്ടിട്ടില്ലേ? കാല് നീര് വരുന്നവരെ നിൽക്കുമോ? ആ നിർത്തവരെങ്കിലും. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബാദത്തിൽ നിന്നു എങ്ങനെ കാലിൽ നീര് വരുന്നവരെ, ആ ഒരു ഇബാറത്ത് കേൾക്കുമ്പോൾ നമുക്ക് റഹ്മാനായ റബ്ബേ എന്താണ് പറയണത്? നീര് വരുന്നവരെ നിൽക്കേ, നമ്മൾ നിൽക്കും. നൃത്തത്തിൻ്റെ ദൈർഘ്യം കാരണം കാല് നീര് വന്നു. എന്നിട്ടും ഹബീബ് ഇരുന്നില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാല് നീര് വന്ന് തടിച്ചു വെച്ചിരിക്കുകയാണ്. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഖിയാമുൽ ലൈൽ കഴിയുമ്പോൾ ചുമരിലേക്ക് കാല് വെക്കുന്നതാണ്. കാല് വെച്ചിട്ട് കിടക്കും ചുമരിലേക്ക്. സുബ്ഹി നിസ്കാരമായി കഴിഞ്ഞാൽ എന്തിനെന്നറിയോ? ബ്ലഡ് താഴേക്ക് ഒഴുകാൻ. നീണ്ട നൃത്തമായിരുന്നു. കാല് നിലത്ത് വെക്കാൻ പറ്റണില്ല. അപ്പോൾ കടന്നിട്ട് ചുമരിലേക്കൊന്ന് പൊക്കി വെക്കും, ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് നോർമലാവാൻ. സുബ്ഹാനല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ലിമ തഫഅലു ഹാകദാ, എന്തിനാണ് നബിയെ അങ്ങ് ഇത്രത്തോളം കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് അവലാ ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ശകൂറാ, അള്ളാഹുവിനോട് നന്ദി ചെയ്യുന്ന ഒരടിമയാവണ്ടയോ? അള്ളാഹുവിനോട് നന്ദി ചെയ്യണ്ടയോ? കാലിൻ്റെ മുട്ടിന് ഓപ്പറേഷൻ നടക്കുമ്പോൾ നമ്മൾക്ക് ഓർമ്മ വരും, കാൽമുട്ടെന്ന് പറയുന്ന അള്ളാഹു നൽകിയ അനുഗ്രഹം എത്ര വലുതായിരുന്നു. ഒരു വിരലിനൊരു അസുഖം വരുമ്പോൾ, ഷുഗർ വന്ന് കട്ട് ചെയ്യണം, മുറിച്ചു മാറ്റണമെന്ന് പറയുമ്പോൾ ഓർമ്മ വരും, പടച്ചവനെ ഇത്രയും കാലം ഒന്നും അറിയാതെ, ഒരു വിഷമം അറിയാതെ എത്ര ഞാൻ ഓടി, എത്ര കളിച്ചു, എത്ര ചാടി, എത്രയെല്ലാം ഉപകാരങ്ങളെടുത്തു. നമ്മൾ അറിഞ്ഞോ? നമ്മുടെ ശരീരത്തിൽ നമ്മൾ കൊണ്ടുപോകുന്നത് വിലമതിക്കാനാവാത്ത സ്വത്തുകളാണെന്ന്. ചോദിച്ചോട്ടെ, നമ്മുടെ 2 കണ്ണിന് പകരം 10 കോടി തരാമെന്ന് പറഞ്ഞാൽ കണ്ണ് നമ്മൾ കൊടുക്കാൻ തയ്യാറുണ്ടോ? ആരെങ്കിലും കൊടുക്കോ? അങ്ങനെ ഓഫറിലൊരു സ്വീകരിക്കാൻ തയ്യാറുള്ളവരുണ്ടോ? എൻ്റെ 2 കണ്ണും കൊടുത്തേക്കാം, എനിക്ക് 10 കോടി മതി. കണ്ണിൻ്റെ വില എത്രയാപ്പോൾ? 100 കോടിയാ? കൊടുക്കുവോ? കൊടുക്കൂല. അപ്പം എത്രയാ വിലമതിക്കാനാവാത്തത്? എത്രയാ നമ്മുടെ ഹാർട്ടിൻ്റെ ഒക്കെ വില? അത് പ്ലാസ്റ്റിക് അല്ലല്ലോ, ഒറിജിനലല്ലേ, ജെന്യൂൻ സാധനമല്ലേ, അല്ലേ? മെയ്ഡ് ബൈ അള്ളാഹ്. അള്ളാഹുവിൻ്റെ അപാരമായ സൃഷ്ടിയല്ലേ. നമ്മൾ അറിയാറുണ്ടോ എത്രയാണ് അതിൻ്റെ വിലയെന്ന്? നമ്മുടെ ശരീരത്തിൽ അള്ളാഹു തന്ന നമ്മുടെ ഇന്റേണൽ എക്സ്റ്റേണൽ ഓർഗാൻസ്
ഇതിൻ്റെയൊക്കെ അനുഗ്രഹങ്ങൾ എത്രയാണ്. നമ്മൾ പറയേണ്ടത് കയ്യിൽ കാശില്ലല്ലോ. ഉമ്മ, നിങ്ങൾക്ക് കേൾക്കുന്ന ചെവി അല്ലാഹു തന്നില്ലേ? എനിക്ക് വീടില്ലല്ലോ. 2 കണ്ണ് തന്നില്ലേ കാണാൻ കഴിയുന്ന? എൻ്റെ കുട്ടികളെ കെട്ടിച്ചില്ലല്ലോ. ഉമ്മ നല്ല വർക്ക് ചെയ്യുന്ന, ഉപ്പ നല്ല പ്രവർത്തിക്കുന്ന ഹൃദയം അല്ലാഹു തന്നില്ലേ? കിഡ്നി തന്നില്ലേ? പാൻക്രിയാസ് തന്നില്ലേ? ലങ്സ് തന്നില്ലേ? നമ്മുടെ ശ്വാസോച്ഛ്വാസം നടക്കുന്ന പ്രക്രിയയെ വളരെ അത്ഭുതകരമായ, വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആണ് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ. ആക്ക് നമ്മൾ നന്ദി ചെയ്തോ? നമുക്ക് നന്ദി ചെയ്തോ അല്ലാഹുവിന്? ഇല്ല. അഫലാ ഉഹിബ്ബു അൻ നകൂന അബ്ദൻ ശകൂറാ. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അന്നൊരു സുബ്ഹി നേരത്ത് കടന്നു വരുന്ന ഹബീബ് കരയുകയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ് മാ യുബ്കീക്. അല്ലാഹുവിൻ്റെ റസൂലേ, ഒന്ന് പറയണം, എന്തിനാണ് അങ്ങ് കരയുന്നത്? അങ്ങനെയാണെങ്കിൽ ഫഅബ്കീ മഅക്, അങ്ങയുടെ കൂടെ എനിക്കുമൊന്ന് കരയണം. എന്തിനാണ് അങ്ങ് കരയുന്നത്? മാ യുബ്കീക, അങ്ങയെ വിഷമിപ്പിച്ച വിഷയം എന്താണ് നബിയെ, ഒന്ന് പറയുമോ എന്ന് ചോദിച്ചപ്പോഴാണ് ബിലാലേ, ഉൻസില അലയ്യൽ ലൈല, ഇന്നലെ ഉൻസിലത് അലയ്യൽ ലൈല ആയാത്, അല്ലാഹുവിൻ്റെ ചില വചനങ്ങൾ ഇന്നലെ രാവിൽ എനിക്ക് അല്ലാഹു ഇറക്കി തന്നു, അവതരിപ്പിച്ചു തന്നു. സൂറത്ത് ആലു ഇംറാനിലെ 191 ആയത്തുകളെ സംബന്ധിച്ചാണ് നബി തങ്ങൾ പറയുന്നത്. ബിലാലേ, എന്നോട് അല്ലാഹു പറഞ്ഞു, വൈലുൻ ലിമൻ ഖറഅഹാ വലം യതഫക്കറു ഫീഹാ. ആലോചിക്കാതെ ചിന്തിക്കാതെ വെറുതെ ഓതിപ്പോകുന്നവർ ശിക്ഷയുണ്ട്. ആലോചിക്കണം, പഠിക്കണം എന്ന് പറയുന്ന 2 ആയത്തുകൾ ഇന്നലെ രാവിലെ എനിക്ക് അവതരിക്കപ്പെട്ടിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. കാരുണ്യവാൻ അല്ലാഹു സൃഷ്ടാവ് ഈ പ്രപഞ്ചത്തെ പടച്ചതിൽ നിങ്ങൾക്ക് പാഠങ്ങളുണ്ട്. എങ്ങനെയാണ് ഈ മഴ പെയ്യുന്നത്? ഈ മഴച്ചാറൽ എങ്ങനെ നടക്കുന്നു? കോടാനുകോടി ഗാലൻ വെള്ളത്തിന്റെ ജലാംശങ്ങൾ ആകാശലോകത്തൊരു ടാങ്ക് പോലുമില്ലാതെ, ഒരു കണ്ടെയ്നർ ഇല്ലാതെ ആകാശലോകത്ത് സംവിധാനിക്കപ്പെടുന്ന ഈ മഴയെക്കുറിച്ച് യാദൃച്ഛികമെന്ന് എങ്ങനെ നിനക്ക് പറയാൻ കഴിയും? നിന്റെ സ്വന്തം വീട്ടിലെ ടാപ്പിലൂടെ വെള്ളം വരുന്നത് യാദൃച്ഛികമല്ലല്ലോ. അതിനെ സംബന്ധിച്ച് ബൈ ചാൻസ് എന്ന് നീ പറയുന്നില്ലല്ലോ. കോടാനുകോടി ഗാലൻ വെള്ളമല്ലയോ അള്ളാഹു ക്ലൗഡുകളിൽ സംഭരിച്ചു വെച്ചിട്ടുള്ളത്. അൻസൽനാഹു ബിഖദറിൻ, ഓരോ നാട്ടിലേക്കും വേണ്ട വിധത്തിൽ അവൻ ഇറക്കി കൊടുക്കുന്നു മഴവെള്ളം. രാത്രിയാവുന്നു, പകലാവുന്നു, വെളിച്ചമുണ്ട്, സൂര്യപ്രകാശം, ചന്ദ്രന്റെ പ്രഭ, ഭൂമിയുടെ കറക്കം, രാവും പകല്, സസ്യലതാദികൾ വളരുന്നത്. എത്രയധികം 4, 5, 8 നിലകൾ ഹൈറ്റിലേക്ക് ഉയരുന്ന വൃക്ഷങ്ങൾ കാണുന്നില്ലേ? 8ാം നിലയിലേക്ക് ഒരു ഫ്ലാറ്റിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ എത്ര യൂണിറ്റ് കറണ്ട് ചെലവ് വരും? ടാങ്കിൽ നിന്ന് മേലോട്ട് വെള്ളം പമ്പ് ചെയ്ത് കയറ്റാൻ. വേരുകൾക്കിടയിലൂടെ ഒരു വൃക്ഷത്തിന്റെ അങ്ങേ ഏറ്റവും തെല്ലത്തങ്ങറ്റത്ത് കിടക്കുന്ന ഇലയിലേക്ക്, കായയിലേക്ക് വെള്ളം മേലോട്ട് കൊണ്ടുപോകുന്ന വേരുകളിലൂടെ, സസ്യലതാദികളുടെ കോശങ്ങളിലൂടെ ജലാംശം മേലോട്ട് കൊണ്ടുപോകുന്ന അല്ലാഹുവിനെ നിങ്ങൾ എന്താണ് ആലോചിക്കാത്തത്? നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, തീർച്ചയായും പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിലുണ്ട് ബുദ്ധിയുള്ളവർക്ക് പാഠങ്ങളുണ്ട്. യുക്തിവാദം പറയല്ല. നീ ഉണ്ടായത് നീയല്ലല്ലോ, നിന്നെ ഉണ്ടാക്കിയത് നിന്റെ ഉമ്മയോ ഉപ്പയോ അല്ല, അവർ നിന്റെ ജനനത്തിന്റെ കാരണക്കാർ. സൃഷ്ടിച്ചത് ആര്? സൃഷ്ടാവ്. ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒരു ഭ്രൂണം മറ്റു ഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനുഷ്യർക്ക് വേണ്ടി ഞാൻ ഭൂമിയെ തയ്യാർ ചെയ്തു എന്ന് പറയുന്ന അള്ളാഹുവിന്റെ വചനം എന്താണ് ചിന്തിക്കാത്തത്? ഇത് മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളാണ്. അങ്ങനെ അല്ല, ഇതൊരു യാദൃച്ഛികമാണെങ്കിൽ ഭൂമിയെ പോലെ ഗ്രഹങ്ങൾ വേറെ വേണം. മഹാവിസ്ഫോടനത്തിന്റെ ഒരു കഷ്ണമാണ് ഭൂമിയെങ്കിൽ എന്തേ ഭൂമിയിലേതുപോലെ രാവും പകലും 24 മണിക്കൂർ സൈക്കിൾ
12 മാസം ഉണ്ടാകുന്ന ഒരു വർഷക്കണക്ക് രാവും പകലുമാകുന്നത്, സൂര്യപ്രകാശവും ചന്ദ്രന്റെ പ്രഭയും, ഇതൊക്കെ യാദൃച്ഛികമാണോ? ചിന്തിക്കുന്നവർക്ക് പാഠമുണ്ട് നബിയേ, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഈ ആയത്ത് ബിലാലെ ഇന്നലെ രാവിലാണ് അല്ലാഹു ഇറക്കി തന്നത്. വൈലുൻ അലാ മൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ. വിവരമുണ്ടായി അർത്ഥമറിയുന്ന ആളുകള്, അറബി പഠിച്ചവര്, അർത്ഥം മനസ്സിലാക്കാൻ കഴിവുള്ളവര് ഈ ആയത്ത് വെറുതെ ഓതിപ്പോകുന്നു. പ്രപഞ്ച സൃഷ്ടിപ്പിൽ, അത്ഭുതങ്ങളിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന വചനം വെറുതെ ഓതിപ്പോവുകയും ചിന്തിക്കാതിരിക്കുകയും ചെയ്താൽ അവർക്ക് ശിക്ഷയുണ്ട് ബിലാലേ എന്ന് അള്ളാഹു എന്നോട് അറിയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായ ആ രാവിലെ നിസ്കാരത്തിൽ ഹബീബ് ഓതിയത് ഈ 2 ആയത്തുകളായിരുന്നു. ആരാണ് ബുദ്ധിമാൻ? യുക്തിവാദം പറയുന്നവരാണോ? ഈ പ്രപഞ്ചമുണ്ടായത് താനേ അങ്ങ് പൊട്ടിമുളച്ചതാണെന്ന് പറയുന്നതാണോ യുക്തിചിന്ത? അതാണോ യുക്തിചിന്ത എന്ന് പറയുന്നത്? അല്ല. അല്ലദീന യദ്കുറൂനല്ലാഹ്, തന്റെ ജീവനും തന്റെ മരണവും എല്ലാം കാത്തു സൂക്ഷിക്കുന്ന ഒരു അല്ലാഹു, ജീവൻ നൽകുന്നത് അല്ലാഹു, അല്ലാഹു. ഈ തമ്പുരാന്റെ കയ്യിലാണ് ജീവമരണത്തിനിടയിലുള്ള എല്ലാം. ജീവിതവും മരണവും അവന്റെ കയ്യിൽ. അള്ളാഹുവിനെ ഓർക്കുന്നവരാണ് ബുദ്ധിമാനികൾ, ഓർക്കുന്നവരാണ് ബുദ്ധിമാനികൾ. അള്ളാഹ് കണക്കാക്കുമ്പോണ്ടാകുന്ന മരണം അല്ലേ? ഒരു ഉമ്മ ട്രെയിൻ മുറിച്ചു കിടക്കുമ്പോൾ, റെയിൽപാളം മുറിച്ചു കിടക്കുമ്പോൾ ഉമ്മ അറിയാതെ ട്രെയിൻ വരുന്നു. എല്ലാവരും വിചാരിച്ചു ചതഞ്ഞരഞ്ഞു ആ ഉമ്മ. ഒരു പർദ്ദ ധരിച്ച സ്ത്രീ ആയിരുന്നു. സ്റ്റേഷനിലെ മുഴുവൻ ആളുകളും കണ്ണും മൂക്കൊക്കെ പൊത്തിപ്പിടിച്ചു. റബ്ബേ, എങ്ങനെ കാണും ആ കാഴ്ച? ട്രെയിൻ പോയപ്പോൾ പാളത്തിനടിയിൽ നിന്ന് ഉമ്മ എഴുന്നേൽക്കുന്നു. അങ്ങ് കടന്നു കൊടുത്തു. ആ ഒരു സെക്കൻഡ് നേരം കൊണ്ട് അള്ളാഹുവിൻ്റെ ഇടപെടലാണത്. മരിക്കാൻ നേരായിട്ടില്ല ഉമ്മ, നിങ്ങൾക്ക് മരിക്കാൻ നേരായിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായി ഒന്ന് ട്രെയിൻ കയറണമെന്ന് ആഗ്രഹിച്ച ഒരു സഹോദരി, ഞാൻ അറിയുന്ന, വളരെ അടുത്തറിയുന്ന അബുദാബിയിലുള്ള എൻ്റെ സുഹൃത്തിൻ്റെ പെങ്ങൾ, പയ്യന്നൂർ വെച്ചിട്ടൊരു ആക്സിഡൻ്റ് ഉണ്ടായി. മംഗലാപുരത്തേക്ക് പോവാണ്, കാറിന് പോകാമെന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറയാണ്, ആ പെണ്ണ് പറയും, ഇത്രയും കാലം അബുദാബിയിലായിരുന്നു, ഗൾഫിലായിരുന്നു, ഷാർജയിലോ ദുബൈയിലോ, ഞാൻ ട്രെയിൻ കയറിയിട്ടില്ലല്ലോ, മംഗലാപുരത്തേക്ക് ട്രെയിനിൽ പോകാം, എൻ്റെ ഒരു ആഗ്രഹമാണ്. കുഞ്ഞിനെയും പിടിച്ചിട്ട് ട്രാക്കിലേക്ക് കയറുമ്പോഴേക്കും ട്രെയിൻ വന്നിരിക്കുന്നു. ആ ഉമ്മ മരിച്ചു. ചെറിയ ചെറുപ്പക്കാരി പെണ്ണ്, 25 വയസ്സ് പ്രായമുള്ള. അള്ളാഹു ആ പെണ്ണിന് പുറത്തു കൊടുക്കട്ടെ, അവരുടെ ഖബറും അള്ളാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഒരു കുഞ്ഞിനെ ബാക്കിയാക്കിയ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്ന് എനിക്കിപ്പോൾ അറിയില്ല. അള്ളാഹു കുഞ്ഞിന് ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ആ ചെറുപ്പക്കാരി മരിച്ചു. അവർക്ക് മരണമെന്ന് അള്ളാഹുവിടെ നിശ്ചയിച്ചു. മറ്റേ സ്ത്രീക്ക് നേരായിട്ടില്ല, ഉമ്മ മരിക്കാൻ നേരായിട്ടില്ല അല്ലേ? ചന്ദ്രഗിരി പാലത്തിലല്ലേ ഒരു ട്രക്ക് അങ്ങോട്ട് തൂങ്ങി നിന്നിട്ട് ഒരാൾ താഴേക്ക് വെള്ളത്തിലേക്ക് വീഴുന്നു, അപ്പുറത്തുള്ള ആളെ രക്ഷപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്, വാഹനം വീണിട്ടില്ല. കണ്ടിട്ടില്ലത്? എന്തേ? ഒരാൾക്ക് മരണമായി എന്ന് അള്ളാഹ് തീരുമാനിച്ചു, മറ്റാൾക്ക് നേരായിട്ടില്ല. അത് അള്ളാഹുവിൻ്റെ ഖദറാണ്. അള്ളാഹുവിൻ്റെ കുല്ലു ഷൈഇൻ ഇൻദഹു ബിഖദർ. മഹാനായ സയ്യിദ് സഫ്വാൻ തങ്ങൾ ഏഴുമല അവറുകൾ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ഇരുന്നും കിടന്നും നടന്നും സ്രഷ്ടാവിനെ കുറിച്ച് ഓർക്കുന്നവരാണ് ബുദ്ധിമാനികളെന്ന് പരിശുദ്ധ ഖുർആൻ. സ്രഷ്ടാവില്ലെന്ന് പറയുന്നവരല്ല, ഇരുന്നും നടന്നും കിടക്കുമ്പോഴും അള്ളാഹുവിനെ ഓർക്കുന്നവർ. ഒരല്പനേരത്തേക്ക് വന്നവർ നമ്മൾ, സമയം കഴിഞ്ഞാൽ തിരിച്ചു പോകേണ്ടവരാണ് നമ്മൾ. നമുക്ക് മുമ്പൊരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു, അവരിന്ന് മണ്ണിനടിയിലാണ്. ഇനി നമ്മളൊക്കെ പോകും മണ്ണിനടിയിലേക്ക്. വേറെ സമൂഹം ഭൂമിയിലേക്ക് വരും. വാടക വീട്ടിലെ ആളുകൾ മാറി മാറി വരുന്ന പോലെ ഈ ഭൂമിയിൽ നമ്മുടെ ആയുസ് അള്ളാഹു നമുക്ക് നൽകി. അന്തരീക്ഷം നമ്മുടെ മുൻ ജനറേഷന് കൊടുത്ത പോലെ
കൈഫ തഅമലൂൻ, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാൻ അള്ളാഹു നിങ്ങളെ വിട്ട ഒരു ചെറിയ ആയുസ്സാണിത്. അതുകൊണ്ട് ഇത് മതിമറന്ന് ജീവിക്കേണ്ട സമയമല്ല, ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ ജീവിക്കേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് അള്ളാഹുവിനെ പറ്റി ഓർക്കുന്ന മുഅ്മിനീങ്ങളാണ്, സത്യവിശ്വാസികളാണ്, ബുദ്ധിമാനികൾ. قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض. എന്നിട്ട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ പറയും, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, മാ ഖലഖത ഹാദാ ബാതില, ഈ പ്രപഞ്ചത്തെ നീ വൃഥാവിൽ പടച്ചതല്ലല്ലോ. ഇതിനൊരു ലക്ഷ്യമുണ്ട്, പ്രപഞ്ചത്തിന് താളമുണ്ട്, പ്രപഞ്ചത്തെ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുന്ന ഭ്രമണപഥത്തിലാണ് സൂര്യൻ ചന്ദ്രഗോളങ്ങളൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു ബിഗിനിങ് ഉണ്ട്, അതിനൊരു എൻഡ് ഉണ്ട്, അതിനൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്, ഇനി അതിനൊരു എൻഡിങ് പോയിന്റ് ഉണ്ട്. കുല്ലു ഷൈഇൻ ഇൻദഹു, എല്ലാം അല്ലാഹുവിൻ്റെ അടുത്തിൽ അജൽ, ഒരു കൃത്യമായ സമയത്തേക്ക്, നേരത്തേക്ക് മാത്രമാണ്. ഇങ്ങനെ ചിന്തിക്കുന്നവർ, അല്ലാഹുവേ ഫഖിനാ അദാബന്നാർ, നിനക്ക് വഴിപ്പെടാതെ, സൃഷ്ടാവായ നിന്നെ തിരിച്ചറിയാതെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞ് ഇത് അധ്വാനിക്കാനും തിന്നാനും കുടിക്കാനും ഉറങ്ങാനും സുഖിക്കാനും ഭോഗിക്കാനുമുള്ള ഒരു ജീവിതം, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കാതെ ഭൂമിയിൽ മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നാളെ വിചാരണയുണ്ട്. ബുദ്ധിയുള്ള മനുഷ്യനെ വെറുതെയാണോ അല്ലാഹു പടച്ചത്? എല്ലാ കർമ്മങ്ങളും ചെയ്ത് മരണം കൊണ്ട് എല്ലാം അവസാനിക്കുകയാണെങ്കിൽ എന്തിനു വന്നു ഈ ജീവിതത്തിലേക്ക്? എന്തിനു വന്നു നമ്മളിവിടെ? മനുഷ്യൻ ലക്ഷ്യത്തിന് ജീവിക്കുന്നവനാണ്, ഈ ആലോചനയിൽ ജീവിക്കുന്നവരാണ് ബുദ്ധിമാനികൾ. അവർക്ക് പാഠങ്ങളുണ്ട്. ഇങ്ങനെ ചിന്തിക്കാതെ പോകുന്നവർക്ക് ശിക്ഷയുണ്ട് എന്ന് ബിലാലെ അല്ലാഹു എന്നോട് പറഞ്ഞു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ ഇബാദത്തിൽ നമുക്ക് ആരംഭിക്കുകയാണ്. ബദർ യുദ്ധം നടക്കുന്നു. അതിനിടയ്ക്ക് നമ്മളെ സംഭാവന വരുന്നുണ്ട്, സ്വതക്ക ചെയ്യാൻ. റമദാൻ്റെ പകലാണ്. മഹാനായ സയ്യിദ് സഫ്വാൻ തങ്ങൾ, മഹാനായ ഷെയ്ഖുനാ തോഖ ഉസ്താദ്, പിന്നെ ഒരുപാട് മഹാന്മാരായ പണ്ഡിതന്മാർ, ഇവരൊക്കെ ഉള്ളൊരു സദസ്സിൽ ഒരുപാട് മുഅ്മിനാത്തുകൾ നമ്മൾ ദുആ ചെയ്യും. ഈ ഓഫർ ഞാൻ നാളെ ഉണ്ടോയെന്ന് എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റൂല, അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. നമ്മൾ നാളെ ജീവിച്ചിരിപ്പുണ്ടാവും. നാളെ പരിപാടി ഇൻഷാ അല്ലാഹ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ലേ? ഖാസിം ഉസ്താദല്ലേ നാളെ? റഹ്മത്തുള്ളാ ഖാസിം ഉസ്താദിൻ്റെ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഗഫൂർ ഉസ്താദ് കീച്ചേരി അവരുടെ ക്ലാസ് ഉണ്ട് ഇൻഷാ അല്ലാഹ്. പക്ഷെ നാളെ നമുക്ക് വരാൻ പറ്റുമോയെന്നറിയോ? ഇല്ല. 2000 റുപ്യേൻ്റെ നോട്ടൊക്കെ ഉള്ളവർ അതന്നെ ഇട്ടോളേ. അത് തപ്പി നോക്കി ഉണ്ടോയെന്ന് നിങ്ങളെ ചിലവ് വെച്ച് ബാക്കിട്ടോ, അത് കൊടുത്തിട്ട് കടായി പോകണ്ട ഇൻഷാ അല്ലാഹ്. എൻ്റെ ഒരു അവിടെ കൊടുക്കും ഇൻഷാ അല്ലാഹ്. 2000 റുപ്യ എല്ലാവരും കൊടുത്താൽ തീരും. എന്ത് ചെയ്യും? നമ്മുടെ ചിലവൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റും. സഹചാരിയുടെ SKSF-ൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലേക്കും നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഒരു സഹായം ചെയ്തു കൊടുക്കണം. ഇവരൊക്കെ കുട്ടികളും മക്കളുള്ളൂ. താജുദ്ദീൻ ദാരിമി, അദ്ദേഹത്തിൻ്റെ ഹാലപ്പ് മൂപ്പർക്ക് തന്നെ അറിയുള്ളൂ. കാരണം അവരൊന്നും വലിയ വലിയ ബിസിനസ് ചെയ്തിട്ടല്ല ഈ പരിപാടിക്ക് ഇരിക്കുന്നത്. ഇതൊക്കെ ഉമ്മത്തിന് അള്ളാഹു ഇതിൻ്റെ പ്രവർത്തനത്തിനെ കുറച്ച് ആൾക്കാരെ ഏൽപ്പിക്കുകയാണ്. അതാണ് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. അവർക്ക് തോന്നുന്നത്, ഞാൻ എൻ്റെ കുട്ടികളെ കണ്ടിരുന്നത്, എനിക്ക് തോന്നുകയാണ് എന്തിനാ റബ്ബ് ഞാൻ ഈ യാത്ര ചെയ്തിട്ട് ഇടങ്ങാറായി പോയി തിരിച്ചു വരുന്നത്? തലവേദനയും ചെവിക്കുത്തും മൂക്കുവേദനയും തലവേദനയും ഉറക്കൊഴിക്കലും, എനിക്ക് എൻ്റെ കുട്ടികളെ പെരുന്നാൽ പോരെ എന്ന് ഞാൻ ചിന്തിച്ചാൽ, അങ്ങനെ അള്ളാഹു മറിച്ച് ചിന്തിപ്പിക്കുകയാണ്. എന്തിന്? നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അള്ളാഹു അവസരം തരാണ്. അപ്പം നമ്മൾ പ്രവർത്തിക്കുക, ഖബൂലിയത്ത് അള്ളാഹു തരട്ടെ എന്ന് ദുആ ചെയ്യുക. അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യാണ്? ദീനിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു കുട്ടീൻ്റെ കല്യാണമല്ല പോയി നടക്കുന്നത്, വേദ പരിപാടി നമുക്കൊക്കെ വേണ്ടിയാണ്. അപ്പോൾ ഇവർക്ക് പെരയിൽ എടുത്തു കൊടുക്കാൻ പൈസ അവരുടെ കയ്യിലില്ല, നമ്മൾ തന്നെ കൊടുക്കണം. അതുകൊണ്ട് 2000 കൊടുത്താൽ കുഴപ്പമില്ല എന്നുള്ളതൊന്ന് കൈപ്പൊക്കിയാട്ടെ. ഒന്ന് ഏകദേശം കണക്ക് കിട്ടാനാ. ഒന്ന് ആകെ അത്രയേ ഉള്ളൂ. ഇത് കാസർഗോഡ് തന്നെയാണോ? കാസർഗോഡ് തന്നെയാണോ ഇത്? ഒന്ന് ആഞ്ഞ കൈപ്പൊക്കിയാട്ടെ, ഞാൻ എനിക്ക് കൊടുക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. ആ പൊങ്ങട്ടെ, ബിസ്മില്ലാ, പൊക്കിക്കോളി. അതിനൊന്നൊരു കുഴപ്പമില്ല, അതൊന്നും ഒരു അഹങ്കാരം വരില്ല അതിലൊന്നും. അത്ര തന്നെ ഉള്ളൂ. ഉണ്ട് മാഷാ അല്ലാഹ്. നമ്മളെ അവരൊക്കെ ഷാർജക്കാരാണ്, കാസർഗോഡ്. അപ്പോൾ 1000-ൻ്റെ നോട്ടില്ലാത്തതുകൊണ്ടായി പറഞ്ഞത്. അപ്പോൾ 500 ഉണ്ടല്ലോ, 500 ചില്ലറ കൊടുക്കാൻ വേണ്ടേ? അപ്പോൾ ചില്ലറ കിട്ടാത്തൊരു സാധനം ഇതല്ലേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൊടുത്താൽ മതി. നിങ്ങൾ കൊടുക്കൂലേ? ഇൻഷാ അല്ലാഹ്. ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞാട്ടെ.
എന്തിനാ പറഞ്ഞതെന്നറിയാം? അപ്പോൾ ഇനി നമ്മൾ നോക്കട്ടെ നിങ്ങൾ എന്തൊക്കെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണത്. അത് തുടരല്ലേ? അതിനൊക്കെ ഒരു ടെക്നിക്ക് ചോദിച്ചാൽ ഞങ്ങൾ 5000 വരെ കൊടുക്കും, എനിക്കറിയാം. ആ ചോദിക്കണോരാണ് ചോദിച്ചാൽ തരുന്ന അതിൻ്റെ അർത്ഥം. അപ്പോൾ ചോദ്യം മോശമായി നിങ്ങൾ കൊടുക്കാണ്ടിരിക്കേണ്ട. ഏറെയും കൊടുക്കുക, അതിൽ കുറച്ചും കൊടുക്കുക. ഒരു ഏകദേശം ഞാൻ തോന്നി അങ്ങനെ എല്ലാവരും ഉണ്ടാർപ്പിച്ചെടുക്കുകയാണെങ്കിൽ വലിയ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. റമളാനല്ലേ, അള്ളാഹു നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു സലാമത്താക്കി തരട്ടെ. ഒരുപാട് ഭാരങ്ങൾ ഇറക്കി വെക്കാനുള്ള പ്രാർത്ഥന, അള്ളാഹുലേക്ക് കൈകൾ ഉയർത്തി കണ്ണുനീരുകൾ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സദസ്സാണിത്. അതുകൊണ്ട് നല്ല ഒരു ദാനധർമ്മം നമ്മൾ സ്വതക്ക ചെയ്യുമ്പോൾ അതിനൊക്കെ ഉത്തരം അഹ്റാലിൽ ജവാബ്, അള്ളാഹു ഉത്തരം തരാൻ എളുപ്പമാണ്. അള്ളാഹു ജയിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ആരും വിട്ടുപോകണ്ട. എന്തെങ്കിലും ഒരു സംഭാവന കൊടുത്തിട്ടല്ലാതെ എന്ത് ചെയ്യരുത്, വിട്ടുപോകരുത്. ഇൻഷാ അല്ലാഹ്. അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു കബൂലാക്കട്ടെ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ബദ്റിന്റെ രംഗം പറയുന്നുണ്ട്. വിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സുഹാബിമാരും ഗത്യന്തരമില്ലാതെ ശത്രുക്കളുടെ പരാക്രമങ്ങൾ സഹിക്കാൻ കഴിയാതെ പ്രതിരോധിക്കാൻ ചെന്ന പരിശുദ്ധമായ ബദറിൽ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, മാ മിന്നാ ഫാരിസുൻ യൗമ ബദരിൻ ഗൈറ മിഖ്ദാദ്. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു അല്ലാതെ ഒരു കുതിര സവാരിക്കാരൻ ഞങ്ങളിലില്ലായിരുന്നു. ആയുധം കൊണ്ടല്ല യുദ്ധജയമുണ്ടായത്, വിശ്വാസം കൊണ്ടാണ് എന്ന ഏറ്റവും വലിയ പാഠം അല്ലാഹു നൽകിയ ബദർ. മാ മിന്നാ ഫാരിസുൻ യൗമ ബദരിൻ ഗൈറ മിഖ്ദാദ്. മിഖ്ദാദ് എന്നവരല്ലാതെ ഞങ്ങളിൽ കുതിരസവാരി അറിയുന്ന ഒരു യോദ്ധാവില്ലായിരുന്നു. വലഖദ് റഅയ്തുനാ വമാ ഫീനാ ഇല്ലാ നായിം ഗൈറ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ നോക്കുമ്പോൾ ബദർ യുദ്ധത്തിന്റെ തളർച്ചയിൽ, ക്ഷീണത്തിൽ, ആ സമയത്ത് അവിടത്തേക്ക് ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളെല്ലാവരും ഉറങ്ങിപ്പോയിട്ടുണ്ട്. രാത്രിയിൽ ഞങ്ങളെല്ലാവരും ഉറക്കത്തിലായിരുന്നു. തലേന്ന് ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ട്. ഗൈറ റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങിയിട്ടില്ല. കാന തഹ്ത അശ്ശജറ, ഒരു വൃക്ഷത്തിന്റെ താഴെ, യുസല്ലി വയർകഉ വയബ്കി ഹത്ത സ്വബാഹ്, നേരം പുലരുന്നത് വരേക്കും ആ വൃക്ഷത്തിന്റെ താഴെ ഇരുന്ന് നിസ്കരിച്ചും റുകൂഇലും സുജൂദിലും കിടന്ന് ദുആ ചെയ്യുകയായിരുന്നു ഉമ്മത്തിന്റെ നായകർ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളൊക്കെ ഉറങ്ങുകയായിരുന്നു, ഞങ്ങളൊക്കെ തളർന്നിട്ടുണ്ട്, ഞങ്ങളൊക്കെ ഉറക്കത്തിലാണ്. പക്ഷേ ഒരാൾ മാത്രം ഉറങ്ങിയില്ല. ഞങ്ങളിൽ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തികൾക്ക് വേണ്ടി വിജയം തരണം റബ്ബേ എന്ന് ദുആ ചെയ്യുകയായിരുന്നു. ഒരു വൃക്ഷത്തിന്റെ താഴെ ചെന്നിട്ട് യുസല്ലി, നബി ദുആ നിസ്കരിക്കുന്നു. വയർകഉ റുകൂഇൽ, നബി തങ്ങൾ യബ്കി, കരയുന്നു. ഹത്ത സ്വബാ, നേരം പുലരുന്നത് വരെ ഹബീബ് പ്രാർത്ഥനയിലായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബുനാ നബി തങ്ങൾ അല്ലാഹുവിന്റെ വിധേയത്വമാണ്, ഇബാദത്താണ് കാണിക്കുന്നത്. ഉബൂദിയത്താണ് ഇബാദത്ത്. അടിമത്തം എന്ന് പറഞ്ഞാൽ എന്താ? ഉടമസ്ഥനായ അല്ലാഹു എന്ത് പറയുന്നുവോ ചോദ്യമില്ലവിടെ, പറയുന്നതനുസരിച്ചു. അതാണ് ഇബാദത്ത്, അതാണ് അബ്ദാകുന്നത്. അവിടെ ചോദ്യമല്ല. ഉടമസ്ഥന് പറയാം തൻ്റെ അടിമയോട് ഈ ബിൽഡിങ്ങിന്റെ അടുത്ത് മാറ്റിവെക്ക് എന്ന്. അടിമക്ക് പറഞ്ഞുകൂടാ, എന്നെ കൊണ്ടാവില്ല എന്ന്. എന്തിനെന്ന് ചോദിച്ചുകൂടാ. പണിയെടുക്കണം, കഴിയുന്ന പോലെ അധ്വാനിക്കണം. മല മറിക്കണം എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുക തന്നെ കഴിയില്ല. എന്തിന് ഞാനിത് ചെയ്യണം? ചോദ്യമില്ല. അപ്പോഴാണ് അബദാകുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലിൽ നീര് വീർക്കുന്നവരെ നിസ്കരിക്കുകയും അള്ളാഹുവിന് ഷാക്കിറായ ഷക്കൂറായ ഒരടിമയാവണ്ടയോ എന്ന് ചിന്തിക്കുകയും ചെയ്ത് ബദർ യുദ്ധം നടക്കുമ്പോൾ വൃക്ഷത്തിന്റെ താഴെ ചെന്ന് പാതിരാത്രി മുഴുവനും ഇബാദത്തിലും ദുആയിലും കരഞ്ഞുകൊണ്ട് കഴിച്ചുകൂട്ടിയ മുത്ത് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു ഒരു മദ്ഹിന്റെ മഖാമിൽ പറഞ്ഞത് അബ്ദ് എന്നായിരുന്നു. അല്ലാഹു നബിയെ പറ്റി പുകഴ്ത്തി പറയുന്ന ഒരു സ്ഥലത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്യുന്ന സ്ഥലത്ത് അല്ലാഹു ഹബീബിന്റെ അഹ്ലൽ അസ്മാ, നബിയുടെ ഏറ്റവും മനോഹരമായ പേരുകളുണ്ട്. അതൊന്നും വിളിക്കാതെ ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട പേര് വിളിച്ചത് ബിഅബ്ദിഹി
സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. സുബ്ഹാന, മഹോന്നതനാണ് തമ്പുരാൻ. അള്ളാഹുവിൻ്റെ കഴിവുകൾ നിങ്ങളുടെ ചിന്താമണ്ഡലങ്ങൾക്ക് അതീതമാണ്. നിങ്ങളുടെ സെൻസറി ഫാക്കറ്റുകൾക്ക് കണ്ടെത്താൻ കഴിയാത്തതിനപ്പുറമാണ്. അള്ളാഹുവാണല്ലോ അസ്റാ ബിഅബ്ദിഹി, തൻ്റെ ദാസന്, തൻ്റെ അടിമയെ ഇസ്റാ ചെയ്തത് അള്ളാഹുവാണ്, മഹോന്നതനാണ്. ഇസ്രായിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ബിനബിയിഹി എന്നല്ല, ബിറസൂലിഹി എന്നല്ല, ബിഅബ്ദിഹി, തൻ്റെ അടിമയെ, അള്ളാഹുവിന് വിധേയത്വം ചെയ്യുന്ന ഹബീബിനെ കൊണ്ടുപോയി എന്ന് ഹബീബിനെ പുകഴ്ത്തി പറയുന്ന സ്ഥലത്ത് അള്ളാഹു ഉപയോഗിച്ച വാക്ക് അബ്ദ് എന്നാണ്, അടിമ എന്നാണ്. ആ ഉബൂദിയത്താണ് അള്ളാഹു നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതിനാണ് നമ്മൾ ഭൂമിയിലേക്ക് വന്നത്. എന്തിനാ വന്നത്? ലിയഅബ്ദൂ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു രാത്രിയിലെ നിസ്കാരം കണ്ടിട്ട് നബി തങ്ങളോട് ചോദിക്കുന്നു, ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഖുംതൽ ലൈല ബി ആയത്തിൻ വാഹിദ, ഒരേ ഒരു ആയത്ത് മാത്രമാണല്ലോ നബിയെ നിങ്ങൾ ഇന്നലെ രാത്രി ഓതിയത്. ഇലസ്വബാഹ്, നേരം വെളുക്കുന്നവരെ അങ്ങ് നിസ്കരിച്ചു. തബ്കി വതുറദ്ദിദുഹാ, ഓതുകയും അത് ആവർത്തിക്കുകയും ചെയ്ത്. ലൗ ഫഅലഹാ വാഹിദും മിന്നാ ലവജദ്നാ അലൈഹി, ഞങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരാളാണ് അത് ചെയ്തത് എങ്കിൽ ലവജദ്നാ അലൈഹി ഐ ഹസന്നാ അലൈഹി, ഞങ്ങൾക്ക് സങ്കടം തോന്നിപ്പോകും നബിയെ, വിഷമം തോന്നിപ്പോകും. ഒരായത്ത് മാത്രം ഓതി കരഞ്ഞ് കരഞ്ഞ് ഒരു രാവ് മുഴുവനും തീർക്കാൻ പ്രവാചകരെ അങ്ങേക്ക് എങ്ങനെ കഴിഞ്ഞു എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഹബീബിനോട് ചോദിക്കുന്നു. ആയത്ത് ഇതാണ്, ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. പാപികളായ ആളുകളെ ചൊല്ലി മഹാനായ പ്രവാചകൻ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം തന്നെ ആരാധിക്കണമെന്ന് തന്നെ സംബന്ധിച്ച ആളുകൾ പറഞ്ഞു എന്ന് പരത്തി മഹാനായ ഈസാ നബിയെ, യേശുക്രിസ്തുവിനെ, കന്യാമറിയമിനെ പ്രാർത്ഥനയ്ക്ക്, ഇബാദത്തിന്, ആരാധനയ്ക്ക് ഇലാഹായി കണക്കാക്കിയ ഒരു സമൂഹത്തിന് മുമ്പിൽ മഹാനായ പ്രവാചകൻ ഈസ നബി പറയും, അല്ലാഹുവേ, ഞാൻ അവരോട് പറഞ്ഞത് എന്നെയും എൻ്റെ മാതാവിനെയും സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹുവിനെ ആരാധിക്കണമെന്നാണ്. ഞാൻ പറയാത്തത് അവർ എന്നിൽ ആരോപിച്ചു, ഞാൻ പറയാത്തത് അവർ ചെയ്തു. അതുകൊണ്ട് തമ്പുരാനെ, ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക, നീ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമകളാണ്. വ ഇൻ തഗ്ഫിർ ലഹും, നീ പുറത്തു കൊടുക്കുകയാണെങ്കിൽ ഫഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ മാപ്പ് ചെയ്യുന്നത് കൊണ്ട് നിന്റെ അഭിമാനത്തിന് ഒരു നഷ്ടവും വരില്ലല്ലോ റബ്ബേ. നീ അഭിമാനിയാണ്, നീ അധികാരിയാണ്, നീ ഹക്കീമാണല്ലോ എന്ന് ഈസ നബി നാളെ പരലോകത്ത് അവിടുത്തെ ഉമ്മത്തികളെ ഓർത്ത് പറയുന്ന വചനം നമ്മളെ ഓർത്ത് കരഞ്ഞു ദുആ ചെയ്യുകയാണ്, നിസ്കരിക്കുകയാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുമ്മ ഉമ്മത്തി എന്ന് ഹബീബ് ദുആ ചെയ്തിട്ടുണ്ട്. ആ നിസ്കാര ശേഷം എൻ്റെ ഉമ്മത്തികളെ ഓർക്കുകയാണ് അല്ലാഹുവേ, എൻ്റെ ഉമ്മത്തികളെ ഓർക്കുകയാണ് റബ്ബേ, എൻ്റെ ഉമ്മത്തികളെ ഓർക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ചാണ് അല്ലാഹുവിൻ്റെ മറുപടി വരുന്നത്. നബിയോട് പറയുക, ജിബ്രീൽ, ഇന്നാ സനുർദീക ഫീ ഉമ്മതിക്, അങ്ങയുടെ ഉമ്മത്തികളുടെ വിഷയത്തിൽ അങ്ങേക്ക് സമാധാനവും സന്തോഷവും വരുന്നവരെ അങ്ങേ നാം തൃപ്തിപ്പെടുത്തും നബിയെ. അങ്ങയുടെ ഉമ്മത്തികളെ ഓർത്ത് പരിതപിക്കേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല എന്ന ആശ്വാസവചനം അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ചുകൊണ്ടാണ് ഹബീബിനെ അറിയിക്കുന്നത്. അതാണ് ഹബീബുനാ റസൂലുള്ളാഹ്. കാലുകൾ നീര് വന്ന് വീർക്കുന്നവരെ നിസ്കരിച്ചവര്, പാതിരാവിൽ ഉമ്മത്തിനെയോർത്ത് കരഞ്ഞവര്, ഈ ഉമ്മത്തികൾക്ക് വേണ്ടി ഇബാദത്തിന്റെ ഏറ്റവും വലിയ മാതൃക കാണിച്ചവർ, ആരാധനാ കർമ്മങ്ങളിലെ ഉദാത്ത മാതൃകകളെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മറക്കാൻ കഴിയുമോ? അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ലൗലാ സലാസ്, മൂന്ന് വിഷയങ്ങളില്ലായിരുന്നുവെങ്കിൽ
മാ അഹ്ബബ്തുൽ ബഖാഅ ഫിദ്ദുനിയാ, ഈ ലോകത്ത് ജീവിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ ഈ ലോകത്ത് ജീവിക്കാൻ താല്പര്യപ്പെടുന്നത് 3 വിഷയങ്ങളെ ചൊല്ലിയാണെന്ന് പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്താണ് ആ 3? ഭക്ഷണം കഴിക്കാനാണോ, വെള്ളം കുടിക്കാനാണോ, വീട് വെക്കാനാണോ, ആസ്വദിച്ച് ജീവിക്കാനാണോ? എന്തിനാണ് ജീവിതം? ലൗലാ സലാസ്, കാമുകയില്ലെങ്കിൽ എനിക്ക് ജീവിതമില്ല എന്ന് പറയുന്ന കാമുക, കാമുകനില്ലെങ്കിൽ എനിക്ക് ജീവിതം വേണ്ടെന്ന് പറയുന്ന കാമുകി, നീ ആലോചിച്ചിട്ടുണ്ടോ നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന്? ലൗലാ സലാസ്, 3 കാര്യങ്ങളില്ലായിരുന്നുവെങ്കിൽ മാ അഹ്ബബ്തുൽ ബഖാഅ ഫിദ്ദുനിയാ, എനിക്ക് ജീവിതം മടുത്തുപോയേനെ, ഭൂമിയിൽ ജീവിക്കാൻ ഞാൻ ഇഷ്ടപ്പെടില്ല, മരിച്ചെങ്കിൽ എന്ന് കൊതിച്ചു പോയേനെ. ലൗലാ അൻ അഹ്മില അലൽ ജിഹാദി ഫീ സബീലില്ലാഹ്, ന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യേണ്ടി വരുമ്പോൾ, ശത്രുക്കളുടെ പരാക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അസ്ഹാബിനോടൊപ്പം യുദ്ധത്തിന് പ്രതിരോധിക്കാൻ ജീവൻ കൊടുക്കാൻ പോലും തയ്യാറായി റബ്ബിന് വേണ്ടി ജീവത്യാഗം ചെയ്യാനുള്ള ഒരു അവസരം എനിക്കില്ലായിരുന്നുവെങ്കിൽ എന്നാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേതോ മുകാബദത്തുൽ ലൈൽ, രാത്രിയിലെ ആ ഒരു അധ്വാനം. എന്തധ്വാനം? രാത്രിയിലെ നിസ്കാരം. രാത്രി നേരത്തെ, ആളുകൾ ഉറങ്ങുന്ന നേരത്തെ, ആളുകളെല്ലാം സുഖനിദ്രയിൽ ആണ്ടുപോകുമ്പോ പ്രഭാത നേരത്ത് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്നത് എത്ര മനോഹരം! എല്ലാ ജീവജാലങ്ങളും എഴുന്നേൽക്കാൻ തുടങ്ങുന്നു അല്ലേ? കോഴികൾ ശബ്ദിച്ചു തുടങ്ങുന്നു, പക്ഷികളുടെ കളകൂജനം ആരംഭിക്കുന്നു, പ്രകൃതി മുഴുവനും ഉണരുകയാണ്. മുഅ്മിനീങ്ങൾ, സത്യവിശ്വാസികൾ പ്രപഞ്ചത്തോടൊപ്പം അള്ളാഹുവിന്റെ സർവ്വസൃഷ്ടികളും പ്രാർത്ഥനയിലാണ്. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമിയിലുള്ള സർവ്വതും അള്ളാഹുവിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സുബഹി നേരം വരേക്കുമുള്ള രാത്രിയിലെ തഹജ്ജുദ് നിസ്കാരത്തിന്റെ മധുരമില്ലായിരുന്നുവെങ്കിൽ ഞാനിവിടെ ജീവിക്കാൻ കൊതിക്കില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. രാത്രി മുഴുവനും കളി കണ്ടിരിക്കുന്ന ചെറുപ്പക്കാർ ആലോചിക്കണം, കളി കണ്ട് ഉറക്കമൊഴിച്ചതിനൊക്കെ പകരം അള്ളാഹുവിന് വേണ്ടി നിസ്കരിച്ചുകൊണ്ട് ഒരു പ്രായശ്ചിത്തം ചെയ്യണ്ടയോ? ഒരു ക്ഷീണമില്ലാതെ, ഒരു വിഷമമില്ലാതെ, ടിവിയിലേക്ക്, ചാനലുകളിലേക്ക് മാറി മാറി, സ്പോർട്സ് ചാനലുകൾ മാറ്റി മാറ്റി നേരം പുലരുന്നവരെ ഉറക്കമൊഴിക്കുന്ന ചെറുപ്പക്കാരാ, നീ ചെയ്ത ഈ ഏറ്റവും വിലപ്പെട്ട സമയം അള്ളാഹുവിന് വേണ്ടി കൊടുക്കേണ്ട നേരം നഷ്ടപ്പെടുത്തിയതിന് ഒരു പ്രായശ്ചിത്തം വേണ്ടയോ? ഒരു പ്രായശ്ചിത്തം വേണ്ടേ? ഒരു പ്രായശ്ചിത്തം വേണ്ടേ? ഇബ്നു അയ്യാഷ് 20 വർഷം രാജാവിന് പാദസേവ ചെയ്തതിന് പ്രായശ്ചിത്തമായിട്ടാണ് പിന്നെ ഒരു 20 വർഷം അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ, മദീനത്തുൻ നബിയിൽ, മസ്ജിദ് റസൂലില്ലാഹ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നുറങ്ങുന്ന, വിശ്രമിക്കുന്ന ആ പള്ളിയിൽ അതിന് തത്തുല്യമായ കാലം ഖിദ്മത്ത് ചെയ്ത് ജീവിച്ചു. രാജാവിന് ചെയ്തു കൊടുത്ത ആ ഒരു കാലഘട്ടം കൊണ്ട് നഷ്ടപ്പെടുത്തിയതിന് പ്രായശ്ചിത്തമായിട്ട് ബാക്കിയുള്ള കാലം ഒരു 20 ആണ്ടുകൾ ഹബീബിന്റെ പള്ളിയിൽ, ഹബീബിനാവട്ടെ രാജകുമാരൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ പള്ളിയിൽ അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടി 20 കൊല്ലം ഖിദ്മത്ത് ചെയ്ത് ജീവിക്കുന്നു. പ്രായശ്ചിത്തമാണത്. മനസ്സിൽ തോന്നുന്ന ഒരു പ്രായശ്ചിത്ത ബോധം, കുറ്റബോധം നമുക്കത് തോന്നണം. ചെറുപ്പക്കാരാ, പ്രായത്തിന്റെ ആ ഒരു ചെറുപ്പത്തിൽ നമ്മൾ സംഭവിച്ചു പോകുന്ന ജീവിതത്തിൽ താളപ്പിഴകളെ പരിഹരിക്കണം, തിരിച്ചുകൊണ്ടുവരണം. താളപ്പിഴകളില്ലാതെ ജീവിതത്തിന്റെ മെയിൻ സ്ട്രീമിലേക്ക് കടക്കാൻ കഴിഞ്ഞവർ ഭാഗ്യവാന്മാർ. താളം തെറ്റിപ്പോയി തിരിച്ചു വരുന്നു, ഭാഗ്യവാന്മാർ തന്നെ, അവർ മോശക്കാരല്ല. അല്ലാഹു തആല പറയുന്നു, ഫച്ചാഇബു മിൻഹു, നിങ്ങളിൽ നിന്ന് ആരെല്ലാം എന്നോട് പശ്ചാത്തപിച്ചു വരുന്നുവോ, അന ഹബീബുഹു, ഞാൻ അവന്റെ ഹബീബായ കൂട്ടുകാരനാണെന്ന് അള്ളാഹു പറയുന്ന ഒരു ഖുദ്സിയായ ഹദീസുണ്ട്. എന്നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയവര് എന്നിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ഒരടി വെച്ചാൽ, ഒരു ചാണ് വന്നാൽ ഒരു മുഴം അള്ളാഹു അങ്ങോട്ട്, നമ്മളൊരു ചാണെടുത്തു, അപ്പോഴേക്കും ഒരു മുഴം അള്ളാഹു. അതുകൊണ്ടാണ് ജമാഅത്തിന് കൂടുമ്പോഴേക്കും തറാവീഹിനുള്ള തൗഫീഖ് നൽകുന്നത്.
ഖിയാമുൽ ലൈലിന് തൗഫീഖ് നൽകുന്നത്, ഇതുപോലെയുള്ള മജ്ലിസുൽ ഇൽമിലേക്ക് വന്നിരിക്കാൻ തൗഫീഖ് ഉണ്ടാകുന്നത് അള്ളാഹു ചെയ്തൊരു സൗഭാഗ്യമല്ലേ? ഒരു ചാണാകുമ്പോൾ അള്ളാഹു ഒരു മുഴം ചെന്നാൽ അള്ളാഹു ചാല ഒരു കൈനീളം മുഴുവനും അള്ളാഹുവിലേക്ക് അത്രയും റബ്ബിലേക്ക് അടുത്താലോ. എന്റെ അടുത്തേക്ക് നടന്നു വന്നാൽ അള്ളാഹു പറയുന്നു ഞാൻ അവന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും. ഇനി അവൻ ഓടി വന്നാൽ അള്ളാഹു എന്ത് ചെയ്യുന്നു പറഞ്ഞില്ല എന്ന് അത്ഭുതം. സുബ്ഹാനല്ലാഹ്. എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിയടുക്കും. എന്നിൽ നിന്ന് അകന്നുപോയവർ തിരിച്ചു വരുമ്പോൾ ഞാൻ അവരെ കൈകൊടുത്ത് സ്വീകരിക്കും എന്ന് പറഞ്ഞ അല്ലാഹു ജല്ല ജലാലുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് എങ്ങോട്ടാ നമ്മളെ ഓടുന്നത്? എങ്ങോട്ടാ ഓടുന്നത്? അഷ്റഫുൽ ഖൽഖിന്റെ ഹുബ്ബിൽ നിന്ന്, അള്ളാഹുവിനോടുള്ള വിധേയത്വത്തിൽ നിന്ന് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? റളിയല്ലാഹു അൻഹു പറയുന്നു, 3 വിഷയങ്ങളില്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്ത് ജീവിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. രണ്ടാമത്തേത് രാത്രിയിലെ നിസ്കാരമാണ്. മൂന്നാമത്തേത് മുജാലസതു അഖ്വാമിൻ യൻതഖൂന അതായിബൽ കലിമി കമാ യുൻതഖാ അതായിബുസ് സമർ. എനിക്ക് ചില സദസ്സുകളിൽ ചെന്നിരിക്കാനുള്ള സൗഭാഗ്യമുണ്ടാകുമ്പോൾ ഓർത്തുപോകുന്നു, അടുത്തൊന്നും മരിക്കല്ലേ എന്ന്. ഉമർ എന്നവർ പറയാ, എൻ്റെ ജീവിതം നീണ്ടുപോയെങ്കിലെന്ന് കൊതിക്കുന്നു. മുജാലസതു അഖ്വാമിൻ, ഒരു ഉമ്മത്തിന്റെ കൂടെ ഇരിക്കാൻ ആഗ്രഹമുണ്ട്. യൻതഖൂന അതായിബൽ കലിം, നല്ല വാക്കുകൾ തെരഞ്ഞെടുത്തു തരും അവര് നല്ലതേ പറയൂ, അവര് നല്ലതേ പഠിപ്പിക്കൂ, നല്ലതാണ് ഓർമ്മിപ്പിക്കുന്നത്. അത്തരം സദസ്സുകളിൽ ചെന്നിരിക്കാനുള്ള സൗഭാഗ്യമുള്ളപ്പോൾ ഈ ലോകത്തുനിന്ന് പോകാൻ എനിക്ക് ഇഷ്ടമില്ല. പഴവർഗ്ഗങ്ങളിൽ, ഈത്തപ്പഴങ്ങളിൽ കേടുവന്നതും നല്ലതും മുന്തിയതും എല്ലാം ഉണ്ടാകുമ്പോൾ അതിലേറ്റവും നല്ലതിങ്ങനെ തെരഞ്ഞെടുത്തെടുക്കുന്ന പോലെ വാക്കുകളിൽ നിന്ന് ഏറ്റവും നല്ലത്, നല്ല വാക്കുകള്, നല്ല സംഭവങ്ങള്, വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങള്, ഹദീസിന്റെ പാഠങ്ങള്, മുൻഗാമികളിൽ നിന്നും പഠിക്കാൻ കഴിയുന്ന സദസ്സുകള് എനിക്ക് കിട്ടുന്നുവെങ്കിൽ അതുള്ള കാലത്തോളം എനിക്ക് മരിക്കാൻ ആഗ്രഹമില്ല. ഇതില്ലെങ്കിൽ എന്തിനാണ് ലോകം എന്ന്, എന്തിനാണ് ഈ ജീവിതം? ഈ 3 ഇൽമിന്റെ മജ്ലിസ്, നല്ല വാക്കുകൾ, നല്ല കർമ്മങ്ങൾ, നല്ല വചനങ്ങൾ, അള്ളാഹുവിനെ പറ്റി റസൂലിനെ പറ്റി ഓർമ്മിപ്പിക്കുന്ന സദസ്സുകൾ അതില്ലായിരുന്നുവെങ്കിൽ, രാത്രി നേരത്തെ നിസ്കാരമില്ലായിരുന്നുവെങ്കിൽ, അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യാൻ കഴിയില്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്ത് മാ അഹ്ബബ്തുൽ ബഖാഅ ഫിദ്ദുനിയാ, ഞാനിവിടെ ജീവിച്ചിരിക്കാൻ ഇഷ്ടപ്പെടുമായിരുന്നില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്തുല്ലേ, സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. സ്റ്റേജുമുള്ളവർ എഴുന്നേൽക്കാൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒന്നുകൂടെ, اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മദ്രസയിൽ പഠിച്ചു വന്നവരെ, അവരുടെ ഇബാദത്തിലൂടെ നമുക്കൊന്ന് ആരംഭയാത്രയാവാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അംബിയാ കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് ആദ്യം പോകുന്നത് മഹാനായ സിദ്ദീഖ് എന്നവരല്ലയോ റളിയല്ലാഹു അൻഹു. അംബിയാക്കന്മാർ കഴിഞ്ഞാൽ പിന്നെ ആദ്യം സ്വർഗത്തിലേക്ക് പോകുന്ന അബൂബക്കർ സിദ്ദീഖ്. എത്ര വലിയ ഭാഗ്യം ചെയ്തവര്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മജ്ലിസിൽ നിന്ന് ഇബാദത്തിന്റെ മധുരം കിട്ടിയ മഹാൻ. അവിടുത്തെ വാക്കുകൾ, അവിടുത്തെ പ്രവർത്തനങ്ങൾ, പാതിരാത്രിയിലെ നിസ്കാരം, അഷ്റഫുൽ ഖൽഖിന്റെ പള്ളിയിലേക്ക് ഏതു നേരവും ഹബീബിന്റെ വീട്ടിലേക്ക് മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു വരാൻ സിദ്ദീഖ്, ബാബു സിദ്ദീഖ്, നിങ്ങൾ ഒരിക്കലും അടച്ചു വെക്കരുത്, അത് തുറന്നു വെച്ചേക്കണം. ഇനി ഖിയാമത്ത് നാൾ വരെ അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്.
എന്തേ? ഇബാദത്തിന് ഓടി വരുന്ന മഹാനല്ലയോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻ. വാ വിളിക്കുന്നല്ലേ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. لا حول ولا قوة إلا بالله العلي العظيم. 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 الله أكبر الله أكبر. لا إله إلا الله. اللهم رب هذه الدعوة التامة والصلاة القائمة آت سيدنا محمد الوسيلة والفضيلة وابعثه مقام ارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. സനാഷ മാഷാ അല്ലാഹ്. അല്ലാഹു ഖബൂലാകട്ടെ. സനാഷ കാഞ്ഞങ്ങാട് നിന്ന് വരികയാണ്. പരിപാടിക്ക് ഒരു സംഭാവന നൽകി പോകുന്നു. അല്ലാഹു ഖബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ രണ്ട് എക്സ്ട്രീം എൻഡുകളുള്ള ഒരു നാടാണ്. വലിയ മുതലാളിമാരുണ്ട്, ഒന്നുമില്ലാത്ത കഷ്ടപ്പെടുന്നവരും. ഈ രണ്ട് അറ്റങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളെ മണ്ണിലുള്ള കയ്യും ചില വീഡിയോ ഒക്കെ വിടാറുണ്ട് അല്ലേ, ഓരോരോ വീടുകളും ഓരോ വീട്ടുകാരുടെ അവസ്ഥയൊക്കെ പറഞ്ഞിട്ടേ അത്ഭുതപ്പെട്ടു. ഇതൊക്കെ കാസർഗോഡ് ജില്ലയിൽ തന്നെയാണോ പ്രശ്നെ? എത്ര വലിയ വലിയ മുതലാളിമാരും സമ്പന്നരും ബിസിനസ്സുകാരും ഒക്കെ ഉള്ള നമ്മുടെ ബദിയെടുക്ക ഭാഗങ്ങളിൽ, അതിൻ്റെ ഉൾപ്രദേശങ്ങളിലൊക്കെ എത്രയോ കഷ്ടപ്പെടുന്ന ഒരു പടച്ചോനെ. ഒരുപാട് ആളുകളുടെ സഹായഹസ്തം ഇനിയും നീളാനുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും റിസ്ക് ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ് അല്ലേ. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. പിന്നെ എന്തേ ഇങ്ങനെ സംഭവിക്കുന്നത്? അവരുടെ ഭക്ഷണം ചില മുതലാളിമാർ കൊടുത്തിട്ടില്ല, അവർ പിടിച്ചു വെച്ചതാണെന്നാണ്. അത് മുതലാളിമാരുടെ കയ്യിൽ അത് കൊടുത്തിട്ടുണ്ട്, ഇവർക്കൊക്കെ എടുക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇവരിത് റിലീസ് ചെയ്തിട്ടില്ല. ആണല്ലേ, ഫണ്ട് റിലീസായില്ല എന്ന് പറയില്ലേ. ഇപ്പോൾ കാസർകോട്ടവരൊക്കെ കുറേ റിലീസാക്കാണ്ട്. നമ്മുടെ ജില്ല കൊണ്ട് തന്നെ പരിഹരിക്കാൻ കഴിയുന്ന വിഷയമാണ്. അപ്പം ഇങ്ങനെ ഓരോ കയ്യൂമിൻ്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ ഓരോന്ന് കാണാനിട പഠിച്ചോണത് കാസർഗോഡ് ജില്ല അല്ലാണ്ടിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചു പോകും. കാരണം അത് ചെറിയ സംഖ്യ കൊണ്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് വലിയ വലിയ കഷ്ടപ്പാടുകൾ. പഠിച്ചോനെ എങ്ങനെയൊക്കെ. ഇപ്പോൾ നമ്മുടെ കണ്ണ് തുറപ്പിക്കാനുള്ള ഒരു വഴി ഇപ്പോൾ കയ്യുമാവട്ടെ വേറെ ഒരുപാട് ചെറുപ്പക്കാരൊക്കെ മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ മുമ്പിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു തരാണ്. ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ, നമ്മളെ റെസ്പോണ്ട് ചെയ്യണം. നമ്മൾ കണ്ടിട്ടില്ല എന്ന് വിചാരിക്കരുത്. അള്ളാഹു നമ്മളൊക്കെ ഇസ്സത്തിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ മുബാറക് സനാജിക്ക അങ്ങനെ കണ്ടപ്പോൾ പറഞ്ഞാണ്, അവരൊക്കെ മാണിക്കോത്തുള്ളവരാണ്. ഇവിടെയൊക്കെ എല്ലാ ദിവസവും 5ഉം 6ഉം പിരിവൊക്കെ. ഇന്നലെ അവിടെ കാഞ്ഞങ്ങാട് എത്തിങ്ങാനൊക്കെ പിരിവ് കടന്നു പള്ളിയിൽ. എത്രയപ്പോൾ 1,08,000 ഒരു ജുമയ്ക്ക് സനാജിക്ക് അടക്കമുള്ള ടീം കൊടുക്കണ. എത്രയും കൂടുതൽ കൈയഴിഞ്ഞ് ദാനം ചെയ്യുന്ന ഒരു ശീലം ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാ. മടിയൻ മാണിക്കോത്ത പ്രദേശത്തൊക്കെ. അതുകൊണ്ടൊക്കെ അള്ളാഹു അവർക്ക് നിഅമത്ത് കൊടുക്കും. അള്ളാഹു കൊടുക്കട്ടെ. ആമീൻ. 4ഉം 5ഉം പിരിവൊക്കെയൊക്കെ ഒരു ദിവസം ഓരോന്നും 9,000 1 ലക്ഷമൊക്കെ കൊടുക്കണത്. ഇതൊക്കെ ആൾക്കാർ കൊടുത്തിട്ട് തന്നെയാണ്. അവരെന്നെ നാളെയും കൊടുക്കുക, മറ്റന്നാളും കൊടുക്കുക.
അൽഹംദുലില്ലാ. അപ്പോൾ നമ്മൾ വിഷയങ്ങളെ മനസ്സിലാക്കി റെസ്പോണ്ട് ചെയ്യണം. ഇൻഷാ അല്ലാഹ്. ടേക്ക് ടൈം ടു ബി അവെയർ. ഇറ്റ്സ് ദ വേ ടു ഹെൽപ്പ് അതേഴ്സ്. അങ്ങനെ നമ്മുടെ കണ്ണ് തുറക്കണം, ചുറ്റുവട്ടത്തെക്കുറിച്ച് ബോധം ഉണ്ടാവണം. അപ്പോഴാണ് നമുക്ക് സഹായിക്കാൻ കഴിയുള്ളൂ. നമ്മൾ കണ്ണടച്ചിരിക്കരുത്. ഞാൻ കണ്ടില്ലല്ലോ, അറിഞ്ഞില്ലല്ലോ, അതെൻ്റെ നാട്ടിലൊന്നല്ലല്ലോ, വേറെ മഹല്ലല്ലേ, അങ്ങനെയൊന്നും പറയരുത്. മനുഷ്യരെ മുഴുവനും സ്നേഹിക്കണം. മനുഷ്യരായ മനുഷ്യർക്ക് മുഴുവനും നന്മ ചെയ്തു കൊടുക്കണം. എല്ലാ ജീവനുള്ള നനവുള്ള ഹൃദയത്തിന് നന്മ ചെയ്താലും കൂലിണ്ട് എന്നാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു. അത് ആജന്മ ശത്രുവാണെങ്കിൽ തന്നെയും അങ്ങനെയാണ്. ഉപകാരം ചെയ്താൽ കൂലി കിട്ടുന്നതാണ്. ജാതി മത ഭേദമന്യേ നന്മ ചെയ്താൽ കൂലിയുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ സ്വന്തം കുടുംബത്തോട്, ഉമ്മത്തിനോട്, അയൽപക്ക ബന്ധത്തോട് പ്രത്യേകമായ കടപ്പാടുണ്ട്. പിന്നെ ഇവിടെ ഒരു CD ഉദ്ഘാടനം നേരത്തെ കഴിഞ്ഞു. ഞാൻ പറയാൻ ദുസ്താൻ്റെ ബിസിനസ്സാണെന്ന് വിചാരിക്കും ആരോ. എല്ലാ സദസ്സിലും ഒരു CD ഒരു വിതരണം ചെയ്യും. ഒരു കോഴിക്കോട് മുഅല്ലിം സെൻറ്റർ നമ്മുടെ പാവപ്പെട്ട മുഅല്ലിമീങ്ങൾക്ക് കൊടുത്തതാണ്. CD വിതരണവും ഈ ലൈവ് റെക്കോർഡിങ്ങും അതുപോലെ തന്നെ ഇവിടെ ലൈവ് ചെയ്യുന്നു. ഇതൊക്കെ ഫ്രീ ആയിട്ട് അവർ ചെയ്യും. അതിനൊന്നും പൈസ ഇല്ല. നമ്മുടെ പരിപാടി ലൈവ് ചെയ്യുന്ന ഒരുപാട് ഓൺലൈൻ വ്യൂവേഴ്സ് ഉണ്ടാവും. അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യും. ഈ പരിപാടിക്ക് സഹായിക്കാൻ താല്പര്യമുള്ളവർ സഹായിച്ചോട്ടെ. ഒരുപാട് ആളുകൾ ഓൺലൈനിൽ സഹായിക്കാറുണ്ട്. അപ്പോൾ ഈ CD പ്രകാശനം എന്നൊക്കെ പറയുമ്പോൾ എന്തോ കാര്യമായ ബിസിനസ് മൂല്യമൊക്കെ ഉണ്ടെന്ന് തോന്നണ്ട. അത് മുഅല്ലിമീങ്ങളുടെ വിഷയമാണ്. മൂപ്പര് അതിൻ്റെ ഒരു ജോലി ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് മൂപ്പര് എന്നാലും ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അതുകൊണ്ട് കിട്ടുന്ന എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ മുഅല്ലിമീങ്ങൾക്ക് കൂടെ വെക്കാനും കാര്യങ്ങൾക്കും കോഴിക്കോട് ജമിയത്തുൽ മുഅല്ലിമീൻ്റെ മുഅല്ലിം സെൻ്ററാണ് അത് കാര്യം ചെയ്യണത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു വിജയിപ്പിച്ചു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബ്. തിരുത്തി കൊടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. അതുകൊണ്ട് തിരുത്തി തരിക. ഇന്നഹാ സഫിയ്യത്തു എന്ന് പറഞ്ഞില്ലേ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പറഞ്ഞതാണ് അവരെ കണ്ടപ്പോൾ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ജസാക്കുമുല്ലാഹു ഖൈർ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഇന്ന് ആരെങ്കിലും സുന്നത്ത് നോമ്പെടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സദസ്സിൽ ആരുമില്ല, ഒരാൾ മാത്രം, സിദ്ദീഖ് റളിയല്ലാഹു അല്ലേ. ഇന്ന് ആരെങ്കിലും ഒരു ജനാസൻ്റെ കൂടെ പോയിട്ടുണ്ടോ? ആരുമില്ല, ഒരാൾ മാത്രം, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു. ഇന്ന് ആരെങ്കിലും അത്അമ മിസ്കീനൻ, ഒരു പാവപ്പെട്ടാക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? ആരുമില്ല, അവർ ചെയ്യുന്നവരാ. അന്ന് ആ സദസ്സിലില്ല. ആരൊഴികെ? ഗൈറ അബി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. ഇന്ന് ആരെങ്കിലും രോഗിയെ സന്ദർശിച്ചിട്ടുണ്ടോ? രോഗസന്ദർശനം ഹോസ്പിറ്റലിൽ കഴിയുന്ന രോഗികൾ ആരെങ്കിലും പോയി സന്ദർശിച്ചുവോ? ജീവിതത്തിൻ്റെ പച്ചയായ കഷ്ടപ്പാടുകളോട് മല്ലടിക്കുന്ന രോഗികളെ നമ്മൾ കണ്ടാൽ ഹൃദയത്തിൽ അഹങ്കാരമൊക്കെ ഒന്ന് താഴെ ഇറങ്ങും. ഒന്ന് ചെയ്യണം നമ്മൾ. അള്ളാഹു അവർക്ക് ശിഫ കൊടുക്കാൻ കഴിവുള്ളവനാണ്. അള്ളാഹു അവർക്കൊക്കെ ശിഫ കൊടുക്കട്ടെ. പക്ഷെ അതൊരു പരീക്ഷണമാണ്, നമുക്ക് പാഠമാണ് ഓരോരുത്തർക്കും. ഈ ലോകത്തിൻ്റെ സംവിധാനം അങ്ങനെയാണ്. മുതലാളിയും കാണും, പാവപ്പെട്ടവനും കാണും, രോഗിയും കാണും, ആരോഗ്യമുള്ളവനും കാണും. സർവ്വകുരുത്തക്കേടിൽ നടക്കുന്നതുകൊണ്ട് നല്ല ആരോഗ്യമുള്ളുണ്ട്, എല്ലാ നന്മയുണ്ട്. പക്ഷേ ബെഡ് റിഡനാണ്, ആൾ ബെഡിൽ കിടപ്പാണ്. ഇതൊക്കെ ഈ ലോകം അള്ളാഹു അങ്ങനെ സംവിധാനം. അതൊക്കെ റബ്ബിന് ഹിക്മത്തുകളുണ്ട്. ശ്രദ്ധിക്കുന്നവർ മാത്രം ഞാൻ രോഗിയെ സന്ദർശിച്ചു. ഈ 4 നന്മകളും ആരിൽ ഒരുമിച്ച് കൂടുന്നുവോ ഇല്ലാ ദഖലൽ ജന്ന, അവർ സ്വർഗവാസിയാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ഇബാദത്തിന്റെ മുൻനിരയിലാണ്. ഒട്ടും പിറകിലല്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 9ഓളം കുത്തേൽക്കുന്നത്. വിശുദ്ധ ഖുർആനിന്റെ പാരായണം നിർത്തിവെച്ചില്ലല്ലോ, നിർത്തിവെച്ചില്ല. മഹദി റളിയല്ലാഹു അൻഹ, ഉസ്മാൻ എന്നവരുടെ ഭാര്യ റളിയല്ലാഹു തആല അൻഹ പറയുമായിരുന്നു, ഖതൽതുമൂ, നിങ്ങൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവരെ കൊന്നുകളഞ്ഞല്ലേ. കാന യുഹയിൽ ലൈല ബിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ കൊണ്ട് പാതിരാവുകളെ സജീവമാക്കിയിരുന്ന ഒരു മഹാനുഭാവനെ അന്നത്തെ രാഷ്ട്രീയ പോക്കിരികൾ ചെന്ന് കൊല ചെയ്തു. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ. ചോര പതിഞ്ഞ ഖുർആൻ കോൺസ്റ്റാന്റ് ഇന്ന് ഇസ്തംബൂളിലെ തുർക്കിയിലെ ഇസ്ലാമിക് അവിടുത്തെ മ്യൂസിയത്തിൽ കിടക്കുന്നുണ്ടെന്നാണ്. സുബ്ഹാനല്ലാഹ്. എത്ര പേര് നമ്മൾ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടു. കാന യഖ്തിമുൽ ഖുർആന ഫീ സ്വലാത്തിൽ ലൈൽ, രാത്രി നിസ്കാരത്തിൽ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരൊറ്റ രാത്രിയിൽ വിശുദ്ധ ഖുർആൻ ഖത്തം തീർക്കുമായിരുന്നു. നമ്മൾ പറയല്ലേ ഇത് ഖിലാഫു സുന്നയല്ലേ എന്ന് പറയല്ല. 3 രാത്രിയിൽ താഴെ ഖുർആൻ ഓതുന്നവർ ലം യഫ്ഖഹു, ഖുർആനെ മനസ്സിലാക്കുന്നില്ല എന്ന ഹബീബിന്റെ വചനം അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളിൽ മഹാന്മാരായ താബിഈങ്ങളിൽ
സലഫ് സ്വാലിഹീങ്ങളിൽ കാണുന്ന ജീവിത അനുഭവം വെച്ച് നോക്കുമ്പോൾ ഹബീബ് ഉദ്ദേശിച്ചത് അർത്ഥമറിയാതെ, ആലോചിക്കാതെ, വഖാറില്ലാതെ, ഖുശൂഇല്ലാതെ ഓതിപ്പോകുന്നതിനെ കുറിച്ചാണ്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു കാന യഖ്തിമുൽ ഖുർആന ഫീ റമളാൻ. വിശുദ്ധമായ റമളാനിൽ നമ്മുടെ മദ്ഹബിന്റെ ഇമാം 60 തവണയാണ് വിശുദ്ധ ഖുർആൻ ഖതം തീർത്തിരുന്നത്. 60 ഖതം. ഇമാമുന ശാഫിഈ തങ്ങളെ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു 30 ഖതം തീർക്കുമായിരുന്നു. 30 ഖതം. അതുകൊണ്ട് എൻ്റെ നഫ്സിനോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഈ റമളാനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സമ്മാനം വിശുദ്ധ ഖുർആൻ ഒരു മാസത്തിൽ നിർബന്ധമായും നമ്മൾ ഖതം തീർത്തിരിക്കുക. ഒരു മാസത്തിൽ ഒരു തവണ, ഒരു മാസത്തിൽ ഒരു തവണ, ഒരു ദിവസം ഒരു ജുസ്, ഒരു ദിവസം ഒരു ജുസ് ഓതിയാൽ 30 ദിവസം കൊണ്ട് ഖതമാകും. അങ്ങനെ ഖുർആൻ ഖതം തീർക്കാനുള്ള സൗകര്യത്തിനാണ് നമ്മുടെ മുൻഗാമികൾ 30 ജുസ് ആക്കി വെച്ചത്. 30 ദിവസങ്ങളിൽ ഓതി തീർക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിന് നമുക്ക് നേരമില്ലേ, പിന്നെ എന്തിനാ നേരണ്ട? ആ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇങ്ങനെ കളിച്ചെടുക്കണ നേരം കൊണ്ട് എത്ര ഖുർആൻ ഓതാൻ പറ്റും റബ്ബേ? എത്ര നേരം, എത്ര ഖുർആൻ ഓതാൻ കഴിയും? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ലാ യജ്തമിഉ കിതാബുല്ലാഹി വകിതാബുശ് ശൈത്വാനി ഫീ ഖൽബിൻ വാഹിദിൻ. മഹാന്മാർ പറയും, സഈദ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, അല്ലാഹുവിൻ്റെ കിതാബിനോടുള്ള സ്നേഹവും പിശാചിന്റെ കിതാബുണ്ട് അൽ അഗാനി, മോശമായ പാട്ടുകൾ, മ്യൂസിക്, വിനോദം, സിനിമ പോലെയുള്ള വിഷയങ്ങൾ, മനുഷ്യന്റെ സമയം കളയുന്നത്. വളരെ എഡ്യൂക്കേറ്റീവായിട്ടുള്ള സിനിമകൾ ഉണ്ടാകാറുണ്ട്, സയൻസ് ഫിക്ഷൻസ് ഉണ്ടാകാറുണ്ട്, ശാസ്ത്രം പഠിക്കാൻ കഴിയുന്ന, ചരിത്രം പഠിക്കാൻ കഴിയുന്ന. അതല്ല ആഭാസ, വെറും പ്രേമം. 60 വയസ്സായ നടനും പ്രേമം തന്നെ, 25 വയസ്സായ നടനും പ്രേമം തന്നെയാണ് അസുഖം. എല്ലാവർക്കും ഇതന്നെ. എന്ത് ലോകം! റഹ്മാനായ റബ്ബേ. വയസ്സ് 70 ആയാലും ആള് പിന്നെ കാമുകനായിട്ട് ആ സിനിമ അവസാനിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഈ ആഭാസമാണോ മനുഷ്യനിൽ നന്മയുണ്ടാക്കുന്നത്? ഈ ചിന്തയാണോ മനുഷ്യനിൽ മനുഷ്യത്വം ഉണ്ടാക്കുന്നത്? പിശാചിന്റെ ഈ കിതാബും അള്ളാഹുവിൻ്റെ കിതാബും ഒരു ഖൽബിൽ ഒരുമിച്ച് കൂടുകയില്ല. സിനിമയും സിനിമ പാട്ടുകളും ആഭാസങ്ങളും ഇഷ്ടം, എന്നാൽ ഖുർആനും ഇഷ്ടം, ഇങ്ങനെ ഉണ്ടാവില്ല. രണ്ടാലൊന്നേ ഇഷ്ടം ഉണ്ടാവുള്ളൂ. രണ്ടാലൊന്നേ കൽബിൽ കയറുകയുള്ളൂ. അള്ളാഹുവിൻ്റെ കിതാബിനോടുള്ള സ്നേഹമുള്ളവർക്ക് മറ്റതിനോട് വെറുപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് വരുമെന്നാണ്. നമുക്ക് വെറുപ്പ്, ഞാൻ നിങ്ങൾ കേൾക്കണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? ഖുർആൻ ഓതി തുടങ്ങി നിങ്ങളായിട്ട് നിർത്തും പാട്ട് കേൾക്കുന്നത്. ഖുർആനിൻ്റെ മധുരം അറിഞ്ഞാൽ നിങ്ങളായിട്ട് നിർത്തും. ഒരു ചെറുപ്പക്കാരൻ നിരന്തരമായ പാട്ട് കേൾക്കാതെ ഉറങ്ങാൻ പറ്റാത്തവരുണ്ട്. ഇയർ പ്ലഗ് ചെയ്തിട്ടാണ് ചിലർ കിടന്നുറങ്ങുക, ഉറങ്ങുന്ന നേരത്തൊക്കെ. പിന്നെ ഉമ്മാരൊക്കെ പോയിട്ട് ഓഫ് ചെയ്യണം. ഉറങ്ങിയോ എന്നാൽ പിന്നെ പ്ലഗ് വലിച്ചിട്ടേക്കാണ്. നേരം വെളുക്കണവരെ അവൻ്റെ റൂഹിനും ശരീരത്തിനും കൊടുക്കുന്ന ഫീഡിങ് പിശാചിൻ്റെ സംസാരമാണ്. യാ അല്ലാഹ്, വലിയ അപകടങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ ഹൃദയത്തെ, റൂഹിനെ താളം തെറ്റിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പരിശുദ്ധമായ ഖുർആൻ ഒരിക്കലും ഓതുകയോ മനസ്സിലാക്കുകയോ ചെയ്യാത്ത ആൾ ഏതു നേരവും മ്യൂസിക് വേണം, പാട്ട് വേണമെന്ന് ചിന്തിച്ചിരുന്ന നിർബന്ധ ബുദ്ധിയുള്ള ചില ആളുകൾ, ചില സമയങ്ങളുണ്ടാവും ജീവിതത്തിലെ, യൗവനത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ. ആര് പറഞ്ഞാലും കേൾക്കൂല. ഇനിയിപ്പോൾ ഞാൻ ഇത് വേദൽ പറയുന്നു, എന്നാലും ഞാൻ പാട്ട് നിർത്തൂല എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ തോന്നുന്നവരുണ്ടാവും. ഞാൻ എന്തായാലും നിർത്തൂല, എനിക്കത് ഇഷ്ടമാണ്. ഒരു സിനിമ പാട്ടെങ്കിലും കേൾക്കാതെ. എന്ത് മാപ്പിളപ്പാട്ടെന്ന് പറഞ്ഞാൽ? മാപ്പിളപ്പാട്ട് എന്നൊക്കെ പറഞ്ഞാൽ മാപ്പിളമാരുടെ സംസ്കാരത്തെപ്പറ്റി പാടുന്ന, അള്ളാഹുവിനെ പറ്റി, റസൂലിനെ പറ്റി, മദീനയെക്കുറിച്ച്, മക്കയെക്കുറിച്ച്, ഹറമിനെക്കുറിച്ച്, ഹജ്ജിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്ന പാട്ടുകൾ ഉണ്ടായപ്പോഴാണ് മാപ്പിളപ്പാട്ടെന്ന് നമ്മൾ വിളിച്ചത്. ഇപ്പം അതല്ലല്ലോ. അങ്ങനത്തോളെ ഇങ്ങനത്തോളെ എന്നല്ല പറയണത്. അത് ഹിന്ദി സിനിമയിലാണ്, ഹിന്ദി പാട്ടുകളാകുമ്പോൾ അതിൽ അങ്ങനെ അവരുടെ ഭാഷയിൽ പറയും, മലയാളത്തിൽ ഇങ്ങനെ പറയും. എന്ത് വ്യത്യാസം? ചെറുപ്പക്കാരനെ അള്ളാഹുവിൻ്റെ ദീനിഷ്ടപ്പെട്ടിരുന്നൊരു പ്രഗത്ഭനായൊരു പ്രായമുള്ള മനുഷ്യൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നീ ഇത് നിർത്ത്. കുറേ ഉപദേശിച്ചു കൊടുക്കും. അവൻ കുറേ കരയും. എന്നിട്ട് പിന്നെ അദ്ദേഹം പാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും. വീണ്ടും കാണും, ഉപദേശിച്ചു കൊടുക്കും. ഇത് മിസ്മാറു ശൈത്വാൻ, ഇത് പിശാചിൻ്റെതാണ്, അല്ലാഹുവിൻ്റെ കലാമിലേക്ക് വാ എന്ന് പറയും. അവ കുറേ ഇരുന്ന് കരയും സങ്കടപ്പെട്ടിട്ട്. കുറച്ച് 2-3 ദിവസം കഴിഞ്ഞാൽ വീണ്ടും പഴയപടി പാട്ടിലേക്ക് തന്നെ പോകും. 2-3 തവണ. അങ്ങനെയാണ് ഒരിക്കൽ ഒരു കെട്ട് സീഡിയുമായ ആ ചെറുപ്പക്കാരൻ ഈ ഷേഖിനെ കാണാൻ വരുന്നത്, ഉസ്താദിനെ കാണാൻ വരുന്നത്. എന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങളൊന്ന് പൊട്ടിച്ചു തരോ, നിങ്ങളൊന്ന് ഉടച്ചു തരോ, ഒന്ന് നശിപ്പിച്ചു തരോ? ചോദിച്ചു, എന്തു പറ്റി?
ഇഷ്ടപ്പെട്ട കാമുകയുണ്ട്, ഇഷ്ടപ്പെട്ട പാട്ടുകാരിയുണ്ട്, ഇഷ്ടപ്പെട്ട നടിയുണ്ട്. അവളുടെ കൂടെ ജീവിക്കണം, മരിക്കണം എന്ന ഇവൻ്റെ ആഗ്രഹം തന്നെ അങ്ങനെയാണ്. കണ്ട് സിനിമാ നടിമാരൊക്കെ വരുമ്പോൾ ഇവിടെ ഇരുന്നിട്ട് സെൽഫി എടുത്തവരൊക്കെ നമ്മളെ കാസർഗോഡ് ജില്ലയില്ലേ. പൊന്നാര പെണ്ണുങ്ങളെ പുറത്തിട്ടിട്ടൊന്നും പോവല്ലേ, നാണം കെടുത്തല്ലേ, അതിനൊക്കെ ഒരു നിലയും വിലയില്ലേ. സുബ്ഹാനല്ലാഹ്. ഇവൻ്റെ ആഗ്രഹം അങ്ങനെ തന്നെ ആയിരുന്നു. ഇവനൊരു നടിയെ സ്നേഹിച്ചു, പിന്നെ ഒരു പാട്ടുകാരി, ഒരു സിംഗർ. എപ്പോൾ പറഞ്ഞാലും അവളുടെ കഥയെ പറയൂ. ആ ചെറുപ്പക്കാരനാണ് ഒരു കെട്ട് സീഡിയുമായിട്ട് തന്നെ ഉപദേശിച്ച തൻ്റെ ഗുരുനാഥൻ്റെ മുമ്പിൽ വന്നിട്ട് പറയുന്നു, എനിക്കൊന്ന് നശിപ്പിച്ചു തരുമോ? എന്തു പറ്റി പോനെ, എന്തു പറ്റി? എപ്പോൾ പറഞ്ഞാലും ഒരൽപ്പനേരം കരഞ്ഞ് കണ്ണുനീര് തുടച്ചിട്ട് വീണ്ടും പഴയപടിയിലേക്ക് തിരിച്ചു പോകുന്നതിൻ്റെ മനസ്സിൽ എങ്ങനെയാണ് മാറ്റമുണ്ടായത്? അവൻ പറഞ്ഞു, ഞാൻ ഉറങ്ങുകയാണ്, ഒരു സ്വപ്നദർശനം എനിക്കുണ്ടാകുന്നു. ഞാനൊരു കടൽക്കരയിലാണ് നിൽക്കുന്നത്. ഒരാൾ എന്നോട് വന്നിട്ട് ചോദിക്കുന്നു, യാ ഫുലാൻ, എൻ്റെ പേര് വിളിച്ചു. ഞാൻ ചോദിച്ചു, എന്ത്? നീ ആ നടിയെ ഇഷ്ടപ്പെടുന്നുണ്ടോ, ഗായികയെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ, എൻ്റെ സ്നേഹം, എൻ്റെ പ്രേമം ഞാൻ അവൾക്ക് നൽകുന്നു, ഞാൻ അവളുമായി പ്രേമത്തിലാണെന്ന് ഞാൻ മറുപടി കൊടുത്തു. എന്നോട് പറഞ്ഞു, ഇന്നാലിന്ന സ്ഥലത്തവളുണ്ട്, എൻ്റെ കൂടെ വരുന്നോ? ഞാൻ കൂടെ ചാടി എഴുന്നേറ്റു. അപ്പോഴാണ് ഒരു മനുഷ്യൻ എൻ്റെ കൈ പിടിച്ചിട്ട് പറയുന്നത്, നല്ല മുഖപ്രകാശമുള്ള ഒരാൾ, ചന്ദ്രഗോളത്തിൻ്റെ ശോഭ പോലെ പ്രഭയുള്ള മുഖമുള്ള ഒരാൾ എൻ്റെ കൈ പിടിച്ചു. ആ നടിയെ കാണാൻ നീ പോവല്ലേ, നീ പോവല്ലേ. എന്നോട് വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ആയത്തോതി തന്നു, സൂറത്തുൽ മുൽക്കിൽ. أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم. ഈ ആയത്തിലേക്ക് ഇങ്ങനെ ഓതിത്തന്നു. രാത്രിയിൽ ഓതൽ സുന്നത്തുള്ള ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷ കിട്ടുമെന്ന് മുത്തനബി തങ്ങൾ പഠിപ്പിച്ച വിശുദ്ധമായ സൂറത്തുൽ മുൽക്കാണിത്. അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി, സ്വന്തം മുഖം കുത്തിയിട്ട് വഴി കാണാൻ കഴിയാതെ അന്ധമായി നടക്കുന്ന ഒരാൾ സമമാണോ? അമ്മൻ യംശി സവിയൻ അലാ സിറാത്തിൻ മുസ്തഖീം, നേരായ വഴിയിലൂടെ, ഋജുവായ പന്ഥാവിലൂടെ, വളവുകളില്ലാതെ, റോഡിൽ ഗട്ടറുകളില്ലാതെ, കുഴികളില്ലാതെ നേർവഴിയിലൂടെ സഞ്ചരിക്കുന്നൊരു യാത്രക്കാരനെ പോലെയാണോ കണ്ണു കാണാതെ മുഖത്തിന്മേൽ നടക്കുന്നവൻ എന്ന വിശുദ്ധമായ ആയത്തെന്നെ ഓതി കേൾപ്പിച്ചു. അത് അദ്ദേഹം ഒരുപാട് തവണ ഓതുകയായി. നീ മുഖം കുത്തി നടക്കല്ല, സത്യം കാണ്, നേർവഴിയിലേക്ക് കാണ്, സിറാത്ത് മുസ്തഖീമിലേക്ക് കാണ്. വലൗ അഅജബക കസറത്തുൽ ഖബീസ്, തിന്മയാണ് വർദ്ധിച്ചത് എന്ന് കണ്ടിട്ട് നബിയെ അത്ഭുതപ്പെട്ടു പോവരുത് നബിയെ. വലൗ അഅജബക കസറത്തുൽ ഖബീസ്, നന്മ ചെയ്യുന്നവരെ കുറവായിരിക്കാം, നേർവഴിയിൽ ജീവിക്കുന്നവരെ കുറവായിരിക്കാം. തൻ്റെ കൂട്ടുകാര്, ക്ലാസ്മേറ്റുകൾ, കോളേജിൽ പഠിക്കുന്നവർ, യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നവർ, കൂടെ ഷോപ്പിൽ ജോലി ചെയ്യുന്നവർ, ഗൾഫിൽ ജോലി ചെയ്യുന്നവർ, എല്ലാവരും കള്ളും പെണ്ണും തോന്നിവാസവുമായി ജീവിക്കുമ്പോൾ ഞാൻ എന്തേ ഒറ്റക്ക് വേറിട്ട്, ഞാനൊരു ഞാൻ എല്ലാറ്റിലും വ്യത്യസ്തനായിട്ട് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ വേറിട്ട് നിൽക്കണം എന്ന ചിന്ത കൊണ്ട് നീ വഴിതെറ്റിപ്പോവല്ലേ. വലൗ അഅജബക കസറത്തുൽ ഖബീസ്, നന്മയും തിന്മയും ഒരുപോലെയല്ല നബിയേ. തിന്മ എത്ര തന്നെ വർദ്ധിച്ചാൽ തന്നെയും, അങ്ങേക്ക് ചുറ്റും തിന്മയുടെ മഹാപ്രളയമാണെങ്കിൽ തന്നെയും തിന്മയാണ് ശരിയെന്ന് വിചാരിക്കല്ലേ. ആൾക്കൂട്ടമല്ല പ്രശ്നം, നന്മ നന്മയാണ്, തിന്മ തിന്മയാണ്. തിന്മയുടെ ബാഹുല്യം കണ്ട് അത്ഭുതപ്പെട്ടു പോവല്ലേ. നന്മയാണ് രക്ഷപ്പെടുന്നത്, നന്മയാണ് വിജയിക്കുന്നത്. അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി അഹ്ദാ അമ്മൻ യംശി സവിയ്യാ അമ്മൻ യംശി സവിയ്യൻ അലാ സിറാത്തിൻ മുസ്തഖീം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നിന്ന് മാതൃക കിട്ടുമ്പോൾ, ചെറുപ്പക്കാരാ, ഈ ചെറുപ്പക്കാരന്റെ മനസ്സിലേക്ക് അല്ലാഹു ഹിദായത്തിന്റെ വെളിച്ചം കൊണ്ടുവന്നത് ഒരു സ്വപ്ന ദർശനത്തിലൂടെ, ഒരു വെളിപാട്. ആരോ കൈപിടിച്ച് പറയുന്ന പോലെ നീ നേർക്ക് നടക്കുമോനെ, നിന്റെ കൂട്ടുകാർ ശരിയല്ല, നീ പോകുന്ന വഴി ശരിയല്ല, ജീവിത ലക്ഷ്യം മറന്നാണ് നീ ജീവിക്കുന്നത്,
നിന്റെ സ്രഷ്ടാവിനെ മറന്ന് നീ ജീവിക്കല്ലേ. നിന്റെ മരണം, നിനക്കൊരു ജീവിതം ഇനി വരാനുണ്ട്. നിന്റെ കർമ്മങ്ങൾക്ക് നീ അക്കൗണ്ടബിൾ ആണ്. അക്കൗണ്ടബിലിറ്റി ലോകത്ത് മനുഷ്യന്റെ വാക്കിന്, പ്രവർത്തനങ്ങൾക്ക്, ചിന്തകൾക്ക് മനുഷ്യൻ ഉത്തരവാദിയാണ്. ആ ലോകം മറന്നു പോവല്ലേ എന്ന ഏറ്റവും നല്ല പാഠം നൽകുന്ന ഒരായത്ത് ആവർത്തിച്ചാവർത്തിച്ച് ഓതിയപ്പോ, ഉറക്കത്തിൽ നിന്ന് ഞാൻ എഴുന്നേറ്റപ്പോൾ ഈ ആയത്തിന്റെ നാവിൽ ഓതുകയായിരുന്നു. ഞാനും കൂടെ ഓതി തുടങ്ങി. എനിക്ക് മനസ്സിലായി, ഇതെനിക്ക് അല്ലാഹു നൽകുന്ന ഒരു താക്കീതാണ്. ഞാൻ തിരിഞ്ഞു നടക്കണം. ആ ഒരു മാർഗത്തിലൂടെ ഞാൻ തിരിഞ്ഞു വരുന്നു. എൻ്റെ ഗുരുനാഥരെ, നിങ്ങൾ എനിക്ക് വേണ്ടി ഈ സീഡിക്കെട്ടുകളൊന്ന് ചതച്ചരച്ച് തരുമോ? എനിക്കിത് വേണ്ട, എനിക്കിത് കാണണ്ട, എനിക്കിനി അങ്ങനെ ആഭാസങ്ങൾ അറിയണ്ട. അത്തരം ആളുകളെ എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കൽബിലേക്ക് ഞാൻ കൊണ്ടുവരില്ല. നന്മയെ സ്നേഹിക്കുന്നു, മനുഷ്യത്വം സ്നേഹിക്കുന്നു, കാരുണ്യത്തെ ഞാൻ സ്നേഹിക്കുന്നു, അഷ്റഫുൽ ഖൽഖിനെ സ്നേഹിക്കുന്നു, അള്ളാഹുവിൻ്റെ വചനം ഞാൻ ഇഷ്ടപ്പെടുന്നു. ഈ രീതിയിൽ മാറ്റത്തിന് കാരണമായി ഭവിക്കുന്നത് അള്ളാഹു നൽകുന്ന ഒരു സ്വപ്ന ദർശനം. ചിലപ്പോൾ അത് മതിയാവും. എത്ര ആളുകൾക്കാണ് അഷ്റഫുൽ ഖൽഖിന്റെ ഹിദായത്ത്, അഷ്റഫുൽ ഖൽഖിന്റെ ഇഷാറ, അഷ്റഫുൽ ഖൽഖിന്റെ തർബിയത്ത്, ഹബീബിന്റെ തസ്കിയത്ത് സ്വപ്ന ദർശനത്തിലൂടെ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എത്ര ആളുകൾ. ഞാൻ അറിയുന്ന ഒരു ചെറുപ്പക്കാരുണ്ട്, കാസർഗോഡ് ജില്ലക്കാരനാണ്, സ്ഥലം ഞാൻ പറയൂല. ജീവിതകാലം മുഴുവനും പെയിന്റ് അടിച്ച് ചെറിയ ജോലി ചെയ്തിട്ട് ജീവിക്കുകയാണ്. ഇപ്പോഴുണ്ട്. അള്ളാഹുവിൽ വിശ്വസിച്ചു കഴിഞ്ഞു. ഹബീബന റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ സ്വലാത്ത് 5-8 കൊല്ലം പെയിന്റ് അടിക്കുമ്പോൾ അങ്ങനെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ ചൊല്ലിയിരുന്നത്. കാസർഗോട്ടുകാരനാണ്. അത് നമ്മളെ കുട്ടികൾ മനസ്സിലാക്കണം. മുസ്ലിം ആയിരുന്നില്ല അപ്പോൾ. 6-7 കൊല്ലം സ്വലാത്ത് അങ്ങനെ ചൊല്ലി, നിരന്തരം ചൊല്ലി സ്വപ്നദർശനം ഉണ്ടാകുന്നു. നല്ല മുഖപ്രകാശമുള്ള ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു. അവരുടെ കാൽക്കൽ വീണിട്ടാണ് പറഞ്ഞത്, എനിക്ക് മാർഗദർശനം വേണം, എന്നെ കൈപിടിക്കണം. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബി തങ്ങളെ കണ്ടു. ആ ചെറുപ്പക്കാരൻ കലിമ ചൊല്ലി. പക്ഷേ നമ്മുടെ ചുറ്റുപാടുകൾ അങ്ങനെയാണ്. നന്മയെ ഊതിക്കെടുത്താനും അതൊക്കെ ഭീകരവാദമാണെന്ന് പറയുകയും ചെയ്യുന്നൊരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു, എൻ്റെ ജീവിതത്തിന് മാർഗദർശനം നൽകാൻ കഴിയുന്ന ഒരു സിദ്ധാന്തം, ഒരു മതമുണ്ടെങ്കിൽ അത് ഇസ്ലാമാണെന്ന്. ഇന്നും ആ ചെറുപ്പക്കാരൻ അത്താഴവും നോമ്പ് തുറക്കാൻ കഴിയാതെ ഒരു പഴമോ ഒരു ഫ്രൂട്ടോ കഴിച്ചിട്ടാണ് റമദാൻ നോമ്പെടുത്തുകൊണ്ടിരിക്കുന്നത്. വീട്ടുകാരും നാട്ടുകാരും ചുറ്റുവട്ടത്തും ജീവന് ഭീഷണി, അങ്ങനെയൊക്കെയാണല്ലോ ലോകം. അന്ധമായ ഒരു വിരോധവും അന്ധമായ ശത്രുതയും ചില ഹൃദയങ്ങളിൽ കടന്നുകൂടിയാൽ അവർക്ക് നന്മയുടെ വെളിച്ചം കാണാൻ കഴിയില്ല. ആ സങ്കടം പങ്കുവെച്ചപ്പോൾ ചെറുപ്പക്കാർ ഇങ്ങോട്ട് പറയാ, ഒരു പഴം കൊണ്ട് 24 മണിക്കൂർ അത്താഴവും നോമ്പ് തുറയും, അതാണ്. എന്നാലും സാരമില്ല, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖന്ദഖ് യുദ്ധത്തിൽ 2 കല്ല് വയറ്റത്ത് വെച്ച് കെട്ടിയില്ലേ, അത്രയൊന്നും ഇല്ലല്ലോ എന്ന് ഇങ്ങോട്ട് പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കാസർഗോഡ് ജില്ലയിലുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ ഈമാൻ ഉറപ്പിച്ചു കൊടുക്കട്ടെ. വലിയ ത്യാഗമാണ്. നമുക്ക് നോമ്പുറക്കാൻ വല്ല പ്രയാസമുണ്ടോ? നിസ്കരിക്കാൻ പറ്റുന്നില്ല, ജുമഅക്ക് പോകാൻ പറ്റുന്നില്ല, സങ്കടപ്പെട്ട് കരയാണ്. നമുക്ക് വല്ല പ്രയാസമുണ്ടോ? പള്ളി തുറന്നെടുക്കല്ലേ, പോയിട്ട് നിസ്കരിച്ചൂടെ? നിസ്കാരം കണ്ടു കഴിഞ്ഞാൽ കൊല്ലുമെന്ന് പറയുന്ന ആൾക്കാർ ബാക്കിൽ നിൽക്കുമ്പോൾ നമ്മളും അവരൊന്ന് കമ്പയർ ചെയ്യണം. നമുക്ക് ഇത്ര റാഹത്തിലും ഫ്രീഡത്തിലും നമുക്ക് ഇബാദത്തിന് അവസരം ഉണ്ടായിട്ട് നമ്മളിത് ചെയ്യുന്നില്ലല്ലോ എന്നല്ലേ? നമുക്ക് വേണ്ടല്ലേ? നമ്മൾ നിസ്കാരം കഴിഞ്ഞ് അറിഞ്ഞിട്ട് ഓടുകയാണ്. അവർക്ക് കൊതിയാണ്, ജീവിതത്തിൻ്റെ അഭിലാഷമാണ് അള്ളാഹുവിന് വേണ്ടി ഒന്ന് ഇഅ്തികാഫിരിക്കണമെന്ന്. പറ്റണില്ല. താൻ ഓതിക്കൊണ്ടിരുന്ന വിശുദ്ധ ഖുർആനിൻ്റെ പരിഭാഷ ഉണ്ടായിരുന്നു. അതൊക്കെ തൻ്റെ ബന്ധുക്കളൊക്കെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറയുന്നുണ്ട്, വളരെ വിഷമത്തിൽ. സർവശക്തനായ അള്ളാഹു അവർക്കും നമുക്കും ഹിദായത്ത് നൽകട്ടെ. അള്ളാഹു ഹിദായത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമ്മുടെ ഈമാൻ ഉറപ്പിച്ചു തരട്ടെ. മുഅ്മിനെ, നമ്മുടെ ഈമാനൊന്നും ഒന്നുമല്ല. ഇതിൻ്റെ മധുരമറിഞ്ഞ് കടന്നു വന്നവരുടെ ഒരു ഈമാനുണ്ട്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാൽ സങ്കടപ്പെട്ടു പോകും. യാ അല്ലാഹ്, اللهم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്, ലൗ അഖ്തഅതും ഹത്താ തബ്ലുഗ ഖതായാകുമുസ് സമാ ثم تبتم لتاب الله عليكم.
നിങ്ങൾ പാപികളാവുകയും ഹത്താ തബ്ലുഗ ഖതായാകുമുസ് സമാ, നിങ്ങളുടെ പാപങ്ങൾ ആകാശത്തോളം ഉയരുകയും ചെയ്താൽ, നിങ്ങൾ ചെയ്ത പാപങ്ങൾ അട്ടിവെച്ചാൽ ആകാശത്തെത്തും, ആകാശലോകത്തേക്കെത്തും. അത്രക്കാണ് നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ എന്ന് സങ്കല്പിക്കുക. തുമ്മ തുബ്തും, പിന്നെ നിങ്ങൾ അള്ളാഹുവിനോട് മാപ്പ് പറഞ്ഞ് റബ്ബേ ഞാൻ തിരിച്ചു പോവില്ല എന്ന് പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിൽ ആകാശത്തോളം മുട്ടേ നിങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ലതാബല്ലാഹു അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ ഒരുക്കമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിരിഞ്ഞു നടക്കാൻ സമയമുണ്ട്, തിരിഞ്ഞു നടക്കാൻ നേരമായിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിൽ അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹുവും അൻസ്വാരിയാണ്. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു മുഹാജിറാണ്. രണ്ട് സ്വഹാബിമാർ ഒരു രാത്രി നേരം ഒരു യുദ്ധം നടക്കുമ്പോൾ കാവൽ നിന്നൊരു നേരമുണ്ട്. സുഹൂറുകൾ കാക്കുന്നത്, ശത്രു സൈന്യം വന്ന് കടന്നാക്രമണം ചെയ്യുന്ന വഴികളെ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്താൻ കാവൽ നിൽക്കുന്ന പണി റിബാത്തു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെയ്യുന്ന ത്യാഗം വലിയ കൂലിയാണ്. ഐനാനി ലൻ തമസ്സഹുമന്നാർ, രണ്ട് കണ്ണുകൾക്ക് അല്ലാഹു നരകശിക്ഷ നൽകില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊന്ന് അല്ലാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണാണ്. മറ്റൈനുൻ ബാതത് തഹ്റുസു ഫീ സബീലില്ലാഹ്, ഉമ്മത്തിന്റെ, മനുഷ്യരാശിയുടെ, സമൂഹത്തിന്റെ, ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഉറക്കമൊഴിക്കുന്ന കണ്ണുകൾ. ഇത് അല്ലാഹുവിന് വേണ്ടി ചെയ്താൽ വലിയ കൂലിയാണ്. ഫ്ലൈയിങ് സ്ക്വാഡുകളിലെ നമ്മുടെ നാടുകളിൽ നൈറ്റ് പട്രോളിംഗ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. രാജ്യം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്താൻ എത്രയോ നിയമപാലകന്മാർ, പട്ടാളക്കാർ ഉറക്കമൊഴിക്കുന്നുണ്ട്. ഇത് റബ്ബിന് വേണ്ടി ചെയ്യുന്ന ത്യാഗമാണെങ്കിൽ എത്ര വലിയ കൂലി കിട്ടുന്ന കർമ്മമാണെന്ന് വലിയ പ്രതിഫലമാണ്, വലിയ പ്രതിഫലമാണ്. ഉറക്കൊഴിച്ച് എത്ര നമ്മുടെ പകൽ നേരം വെളുക്കുമ്പോഴേക്കും ഇവിടെ കലാപങ്ങൾ ഉണ്ടാവരുത്, നേരം വെളുക്കുമ്പോഴേക്കും ഇനിയൊരു രക്തച്ചൊരിച്ചലുകൾ ഉണ്ടാവരുത്, ഒരു വെട്ടലും കുത്തലും നടക്കരുതെന്ന് വിചാരിച്ച് രാത്രികാലങ്ങളിൽ ഉറക്കമൊഴിച്ച് നിൽക്കുന്ന നിയമപാലകന്റെ ജോലി എത്ര വലിയ പുണ്യമുള്ള കാര്യമാണ്. അത് അല്ലാഹുവിന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ ഐനുൻ തഹ്റുസു ഫീ സബീലില്ലാഹ്, ബാതത് തഹ്റുസു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സംരക്ഷകൻ. അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹിഫ്ളിഹി, അല്ലാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ച ഒരു ഡ്യൂട്ടിയിലാണ് ഞാനിങ്ങനെ അമ്പുകൊണ്ട് മരിച്ചാൽ എൻ്റെ സംരക്ഷണം ഉറപ്പുവരുത്തിയിട്ടാണ് സ്വഹാബികൾ ഉറങ്ങാൻ പോയത്. ഞാൻ കാവൽക്കാരനാണ്, ഗാർഡാണ്, ഞാൻ സെക്യൂരിറ്റിയാണ്. ഞാനിവിടെ താഴെ വീണാൽ ഈ പാവങ്ങളായ സ്വഹാബിമാരെ ശത്രുക്കൾ ആക്രമിക്കും. അതുകൊണ്ട് ഞാനൊരു ഡ്യൂട്ടിയിലാണ്. ലൗലാ അന്നീ കുൻതു അലാ സഗ്റിൻ അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹിഫ്ളിഹി ലകാന ഖുറൂജു നഫ്സി അഹബ്ബു ഇലയ്യ മിൻ അൻ അഖ്തഅ ഹാദിഹി സൂറ. ഈ പരിശുദ്ധമായ ഖുർആൻ മുറിച്ചിട്ട് ഖുർആനിന്റെ ഓത്ത് നിർത്തിവെച്ചിട്ട് പോകുന്നതിനേക്കാളും ഉത്തമം ഞാനിവിടെ മരിച്ചു വീഴലായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ എന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടിയല്ലേ, അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരനെ വിളിക്കണം. ഇനിയൊരു അമ്പ് തറച്ചാൽ അബ്ബാദിന്റെ ജീവൻ പോയി പോകും. അതുകൊണ്ട് ചോരയിൽ കുളിച്ചിട്ട് നടന്നു ചെന്ന് ഉറങ്ങുന്ന അമ്മാർ ഇബ്നു യാസിർ എന്നവരെ വിളിച്ചപ്പോ ചോരയിൽ കുളിച്ചിരിക്കുന്ന അബ്ബാദ് റളിയല്ലാഹു അൻഹു, യാ അബ്ബാദ്, കാര്യം അറിഞ്ഞപ്പോ ആദ്യത്തെ അമ്പ് തറച്ചപ്പോൾ എന്തേ നിങ്ങൾ എന്നെ വിളിക്കാതിരുന്ന അബ്ബാദേ, നിങ്ങൾ വല്ലാതെ വിഷമിച്ചു പോയല്ലോ. അമ്മാറെ, എനിക്ക് നിസ്കരിക്കാൻ തോന്നി, വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് അമ്പ് തറച്ചത്. എനിക്ക് തോന്നിയില്ല, മനസ്സ് വന്നില്ല നിസ്കാരത്തിൽ നിന്ന് കൈമുറിക്കാൻ, നിസ്കാരത്തിൽ നിന്ന് കൈയെടുക്കാൻ, ഖിറാഅത്ത് നിർത്തിവെക്കാൻ മനസ്സ് വന്നില്ല അബ്ബാ, മനസ്സ് വന്നില്ല അമ്മാറെ. എന്നാൽ നിങ്ങളെ വിളിച്ചുണർത്തിയില്ലെങ്കിൽ എനിക്ക് അപകടം സംഭവിച്ചു പോയാൽ സ്വഹാബികൾക്ക് അപകടം സംഭവിക്കും. അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ വിളിക്കുന്നത്. മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ചോരയിൽ കുളിച്ചു കിടക്കുന്ന അബ്ബാദ് എന്നവരെയാ കണ്ടത്. അല്ലദീന ആമനൂ
വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. വിശുദ്ധ ഖുർആനിന്റെ ഒരു പേജ് ഓതുമ്പോഴേക്കും എപ്പോഴാണ് പേജിന്റെ അറ്റത്തേക്ക് എത്തുന്നത്, എപ്പോഴാണ് സൂറത്ത് അവസാനിക്കുക, എപ്പോഴാണ് ഒരു ജുസ് ഒന്ന് അവസാനിക്കുന്നത്, ഇനി എത്ര വരികൾ ഓതാനുണ്ട്, എത്ര പേജുകൾ മറിക്കാനുണ്ടെന്ന വിഷമത്തിൽ ഓതുന്ന മുഅ്മിൻ ഓർക്കണമേ, ചോരയിൽ കുളിച്ചു കിടക്കുമ്പോഴാണ് അള്ളാഹുമായി നടത്തുന്ന സംഭാഷണം ഞാനങ്ങ് മുറിച്ചു പോകുന്നത്. റബ്ബിനോട് ചെയ്യുന്ന അദബുകേടല്ലേ, അല്ലാഹുവിനോട് ചെയ്യുന്ന അദബുകേടല്ലേ, അച്ചടക്ക ലംഘനമല്ലേ, ഞാനത് ചെയ്തുകൂടല്ലോ എന്ന് ചിന്തിച്ച് ലൗലാ അന്നീ കുൻതു അലാ സഗ്രിൻ അമറനീ റസൂലുള്ളാഹി ബിഹിഫ്ളി, അല്ലാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ച ഡ്യൂട്ടി ഇല്ലായിരുന്നുവെങ്കിൽ അമ്പുകൾ തറച്ച് ശരീരത്തിൽ ആഴമുള്ള മുറിവുകൾ ഏറ്റുവാങ്ങി എൻ്റെ ജീവൻ പോകുന്നതാണ് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നത് വിശുദ്ധ ഖുർആനിനെ മുറിച്ചു കളയുന്നതിനേക്കാൾ എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആനുമായി ഏറ്റവും നല്ല ആത്മീയ ബന്ധമുണ്ടായിരുന്ന നമ്മുടെ മുൻഗാമികളിലേക്ക് ഓർത്തു നോക്കണം. ഡിജിറ്റൽ ലോകത്ത് അള്ളാഹു നമുക്ക് സംവിധാനങ്ങൾ, നമ്മുടെ മൊബൈൽ ഫോണുകൾ നിസ്സാരൻ നിഅമത്താണോ, എത്ര വലിയ അനുഗ്രഹമാണ്. ഗൾഫിലേക്ക് കുറച്ചേ ഓതുള്ളൂ, കൂടുതൽ ഓതിയാൽ മകൻ വല്ലാതെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ചെറുപ്പക്കാരനാണ്. ഒരു രാത്രി ഫുദൈൽ ഇബ്നു ഇയാദ് നിസ്കാരം ആരംഭിച്ചു. ബാക്കിൽ മോൻ നിസ്കരിക്കാൻ ബാക്കിൽ ഇത് അറിഞ്ഞില്ല ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഓതുന്നതിനിടയിൽ മഹാനായ ഫുദൈൽ എന്നവർ ഓതി വബദാലഹും മിനല്ലാഹി മാ ലം യകൂനൂ യഹ്തസിബൂൻ, വബദാലഹും മിനല്ലാഹി മാ ലം യകൂനൂ യഹ്തസിബൂൻ. അല്ലാഹുവിൻ്റെ മുമ്പിലേക്ക് ചെന്നപ്പോൾ പ്രതീക്ഷിച്ചതല്ല കിട്ടിയത്. അതാണ് ആയത്തിൻ്റെ അർത്ഥം വരിക. അള്ളാഹിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ വിചാരിച്ചത് രക്ഷപ്പെടുന്ന, നോക്കുമ്പോൾ ഫെയിലായിക്കണമെന്നാണ് കാണിക്കണത്. ഒന്ന് ആലോചിച്ച് നോക്കി, മുഴുവൻ A+ ആണെന്ന് വിചാരിച്ച ചെന്ന് നോക്കുന്നു മുഴുവൻ ഫെയിലാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നല്ല കർമ്മങ്ങളൊക്കെ അല്ലേ, യുഹ്സിനൂന സുൻആ. ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് മനോഹരമായി ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കുന്നു, കരയുന്നുണ്ട്. ബാക്കിൽ മോനുണ്ട്. മോന്റെ കരച്ചിൽ കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഖഫഫ സ്വലാ, നിസ്കാരം വളരെ പെട്ടെന്ന് തീർക്കാനുള്ള തീരുമാനമായി ഫുദൈൽ എന്നവർക്ക്. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി നോക്കുമ്പോൾ തന്റെ അലി ഇബ്നുൽ ഫുദൈൽ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അലി എന്നവരെ ഭൂമിയിൽ കിടക്കുകയാണ്. നോക്കുമ്പോൾ ഫാദതു റൂഹുഹു ഇലല്ലാഹ്, ആ മഹാന്റെ മകൻ ആ ഒരായത്തിൻ്റെ ആശ്രയമോർത്ത് ചിന്തയിലായി പേടിച്ച് ആ വീണുപോയ വീഴ്ചയിൽ മരിച്ചുപോയിട്ടുണ്ട്. ഫുദൈൽ ഇബ്നു ഇയാദ് എന്നവരുടെ മകൻ അലി ഇബ്നു ഫുദൈൽ എന്നവർ മരിക്കുന്നത് അങ്ങനെയാണ്. വാപ്പയുടെ കൂടെ നിസ്കരിക്കുമ്പോൾ വാപ്പ ഓതിയ ഒരു ഓത്താണ് വബദാലഹും മിനല്ലാഹി മാ ലം യകൂനൂ യഹ്തസിബൂൻ. പ്രതീക്ഷിച്ചതല്ല നാളെ കിട്ടിയത്. അള്ളാഹു രക്ഷപ്പെടുത്തുന്ന കർമ്മങ്ങൾ ഒരുപാടുണ്ടെന്നാ വിചാരിച്ചത്, സ്വീകാര്യത ഉണ്ടെന്നാ. നിന്റെ ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷ നൽകണേ തമ്പുരാനെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. സാബിത്തുൽ ബുനാനി തങ്ങളെ പരിചയപ്പെടണം. മഹാനായ സാബിത്ത് എന്നവരെ, സാബിത്തുൽ ബുനാനി റളിയല്ലാഹു തആല അൻഹു കരഞ്ഞ് കണ്ണിന്റെ കാഴ്ച പോയ മഹാനാണ്. കരഞ്ഞ് കണ്ണിന്റെ കാഴ്ച പോയൊരു മുഹദ്ദിസുണ്ട്, ഇമാമുന തുർമുദി റളിയല്ലാഹു തആല അൻ. കരഞ്ഞ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ അസ്വാബഹുൽ അമാ, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ ഹദീസ് പണ്ഡിതനാണ് ഇമാമുന തുർമുദി റളിയല്ലാഹു അൻഹു, സുനനിന്റെ സാഹിബ് റളിയല്ലാഹു തആല അൻ. സാബിത്തുൽ ബുനാനി എന്നവർക്ക് കാഴ്ച നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഡോക്ടറെ കൊണ്ടുവന്നു. അവര് പറഞ്ഞു ഈ മഹാന്റെ കണ്ണിന് സുഖമില്ല, കാഴ്ച നഷ്ടപ്പെടുന്നുണ്ട്. അള്ളാഹു അത്തരം പരീക്ഷണങ്ങൾ നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഷുഗർ കൊണ്ട് കാഴ്ച, കണ്ണുകൊണ്ടിരുന്ന കണ്ണ് കാണാതായാൽ എന്തായിരിക്കും അതിൻ്റെ ഒരു അവസ്ഥ അല്ലേ? അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ. ഒരു ചെറിയ കുഞ്ഞ്, ഒരു വയസ്സും ചില്ലറയും പ്രായമായൊരു കുട്ടി, കണ്ണിന് തിമിരമാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഓപ്പറേഷൻ ചെയ്യണമെന്ന്. ചെറിയ കുഞ്ഞ്, 2 കണ്ണ് ഓപ്പറേറ്റ് ചെയ്യണം, കണ്ണിൽ ലെൻസ് വെക്കണം, ജീവിതകാലം മുഴുവനും കണ്ണട വെക്കണം. കാഴ്ച വളരെ പ്രതിസന്ധിയിലാണെന്നൊക്കെ പറയുന്നു. മഹാനായ മണിയൂർ ഉസ്താദ് പറയും, വലിയ അസറുള്ള മഹാനാണ്. അവരുടെ അടുത്തൊക്കെ ചെന്നിട്ട് ദ്വാരപ്പിക്കുന്നുണ്ട്. അവരിതൊക്കെ മന്ത്രിച്ചൂതിയിട്ട് റുഖിയ ചെയ്തിട്ട് ഷിഫാഇൻ്റെ കാരണങ്ങൾ നബി തങ്ങൾ പഠിപ്പിച്ചതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
അവരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ വലിയ ഭാഗ്യമല്ലേ? മഹാന്മാരായ ഉസ്താദുമാർ, തോക്കോസ്താദ് നമ്മുടെ കൂടെ ഉണ്ട്. എത്രയോ മഹാന്മാരായ ആലിമീങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അവരോടൊക്കെ ദ്വാരപ്പിക്കുക, ദ്വാരക്കാൻ വേണ്ടി പറയാം. ഒരു പക്ഷേ അതായിരിക്കും ഷിഫൻ്റെ കാരണം അല്ലേ? സയ്യിദന്മാർ, പണക്കാട് അല്ലാത്ത നമ്മുടെ സഫ്വാൻ തങ്ങൾ അവറുകളടക്കമുള്ള സയ്യിദന്മാർ ഇവിടെ ഉണ്ട്. രാമന്തലി സയ്യിദന്മാർ, നമ്മുടെ കുമ്പോൽ സയ്യിദന്മാർ അല്ലേ, മാണിക്കോത്ത് സയ്യിദന്മാരുണ്ട്, കൊയിലാണ്ടിയിലുണ്ട്. ഒരുപാട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് സാദാത്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇതൊക്കെ വലിയ സൗഭാഗ്യമല്ലേ? ദ്വാരപ്പിക്കുന്നുണ്ട്. അള്ളാഹു ആ കുഞ്ഞിനെ തോന്നുന്നു. അള്ളാഹുവിൻ്റെ വചനം മുമ്പിലുണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ ആകാശലോകവുമായി മലക്കൂത്തുമായി ബന്ധിക്കാനുള്ള ഒരു കയറ് വിശുദ്ധ വചനമായ അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ടായിരിക്കെ അതെടുത്തു നോക്കാത്തത്, ഒന്ന് ഓതി നോക്കാത്തത്, പഠിച്ചു നോക്കാത്തത് എത്ര വലിയ അച്ചടക്കക്കേടാണ്. ഈ പശ്ചാത്താപത്തിൽ കഴിഞ്ഞുപോയ 40 വർഷത്തിന് പകരം 4 മാസം കൊണ്ടാണ് ആ മനുഷ്യൻ വിശുദ്ധ ഖുർആൻ മുഴുവനും ഹിഫ്ളാക്കുന്നത്. ചെറുപ്പക്കാരെ, നമുക്ക് പ്രായശ്ചിത്തം ചെയ്യണം. കഴിഞ്ഞുപോയ കാലത്ത് സംഭവിച്ചു പോയ പാപക്കറകളെ മായ്ച്ചിടണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് തിരിഞ്ഞു നടക്കുമ്പോൾ അത്താഇബു മിനദ്ദംബി കമല്ലാ ദംബല, പാപം ചെയ്യാത്തവരെ പോലെയല്ലയോ